പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ, ഈ ക്ഷേത്രമുറ്റത്ത് അടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ ദൂരെ ഇരുന്ന് തന്നെ കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, എതിർക്കാട് ചെയ്യപ്പെടുമ്പോൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് വരെ കേൾക്കാൻ സാധ്യതയുള്ള ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമോവാകം. പുരാതനമായ ഈ ക്ഷേത്രം വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ചരിത്രപരമായി കടലെടുത്ത ഒരു മൂലസ്ഥാനത്തിൽ നിന്ന് മാറി പുതിയ ക്ഷേത്രം പണിയിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ, അന്ന് വളരെ ദൂരെ നിന്ന് ഞാൻ എത്തിയപ്പോൾ അരമണിക്കൂർ താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ പ്രസംഗം പൂർത്തീകരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. തന്നെയല്ല, കടുത്ത മഴയും. അന്ന് ഞാൻ പറഞ്ഞു, ഇനിയൊരവസരം വരുമ്പോൾ ഞാനിവിടെ പൂർണ്ണമായും പ്രസംഗിച്ചു കൊള്ളാമെന്ന്. അന്ന് പറഞ്ഞ വാക്കനുസരിച്ച് ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിയുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. ഇന്ന് എനിക്കൊരു വിഷയം തന്നിട്ടുണ്ട്. ഭാഗവതവും പ്രകൃതിയും എന്നാണ് വിഷയം. ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുരാണമാണ്. 18 പുരാണങ്ങളാണ് വേദവ്യാസൻ എഴുതിയത്. പിന്നെ 18 ഉപപുരാണങ്ങളുമുണ്ട്. വേദവ്യാസൻ എന്ന മഹാനായ വ്യക്തി ലോകത്തിന് കൊടുത്തത് അതിഗംഭീരമായ കുറേ പുസ്തകങ്ങളുടെ ശ്രേണിയായിരുന്നു. അദ്ദേഹം എഴുതിയ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളുണ്ട്. അദ്ദേഹമാണ് വേദങ്ങളെ വ്യസിച്ചെടുത്തത്, കമ്പൈൽ ചെയ്തത്. വേദങ്ങളെന്ന് പറഞ്ഞാൽ ഋഗ്വേദം 10,552 ശ്ലോകം, യജുർവേദം ശ്രദ്ധേയമായി 2,900 ശ്ലോകം, സാമവേദം 2,500 ശ്ലോകം, അഥർവവേദം 7,000 ശ്ലോകം, എല്ലാം കൂടി 23,000 ശ്ലോകങ്ങളുണ്ട് ഋഗ്വേദം. അദ്ദേഹം 1,700 ഉപനിഷത്ത് എഴുതി. അതെല്ലാം കൂടി 23,000 ശ്ലോകങ്ങൾ. പിന്നെ 18 പുരാണം എഴുതി. 18 പുരാണത്തിനും കൂടി 3,57,000 ശ്ലോകങ്ങൾ. പിന്നെ 18 ഉപപുരാണം എഴുതി 4,90,000 ശ്ലോകങ്ങൾ. അതായത് വേദവ്യാസൻ എഴുതിയ കൃതികളെല്ലാം കൂടെ കൂട്ടിയാൽ 11 ലക്ഷത്തിലേറെ ശ്ലോകങ്ങളാണ്. ലോകത്തിൽ ഒരു മഹാനും അതിന് മുമ്പോ പിൻപോ അത്രയും എഴുതിയിട്ടില്ല. ആ വേദവ്യാസൻ എഴുതിയ 18 പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട 3 പുരാണങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിലേറ്റവും ആദ്യത്തത് ശ്രീമദ് ഭാഗവതം. വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം. പിന്നെ ദേവിയുടെ കഥ പറയുന്ന പ്രസിദ്ധമായ ദേവി ഭാഗവതം. പിന്നെ പരമശിവൻ്റെ പുരാണം പറയുന്ന ശിവപുരാണം. ശിവപുരാണം ഒറിജിനൽ എഴുതിയപ്പം 98,000 ശ്ലോകമായിരുന്നു. ഒരിക്കൽ വേദവ്യാസൻ രോമകൃഷ്ണനെ കാണാൻ വന്നു. രോമകൃഷ്ണനെ കാണാൻ വന്നപ്പോൾ രോമകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ വേദവ്യാസ, ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നീ മഹാഭാരതം എഴുതി 1,25,000 ശ്ലോകം, നീ ശിവപുരാണം എഴുതി 98,000 ശ്ലോകം. വേദവ്യാസൻ പറഞ്ഞു, ഓ, നീളം കൂടിപ്പോയല്ലേ, നീളം കുറയ്ക്കാം. അങ്ങനെ അത് 24,000 ശ്ലോകങ്ങളിലായി എഴുതി. അതിനെയാണ് ശിവഭാഗവതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ 3 പുരാണങ്ങളാണ് ഭാഗവത നാമധാരികളായ ഗ്രന്ഥങ്ങൾ. ശ്രീമദ് ഭാഗവതം, ദേവീ ഭാഗവതം, അതുപോലെ ശിവഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവത്ഗീത ഇല്ല. വിഷ്ണു ഭഗവാന്റെ ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ്. ഭീഷ്മപർവത്തിൽ 25 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീത വരുന്നത്. എന്നാൽ ദേവീ ഭാഗവതത്തിലെ 7-ാം സ്കന്ധത്തിലാണ് ദേവീ ഗീത വരുന്നത്, ദേവിയുടെ ഗീത. ശിവപുരാണത്തിലെ 7-ാം സ്കന്ധത്തിൽ ശിവഗീതയുണ്ട്, പരമശിവന്റെ ഗീത.
ശ്രീമദ് ഭാഗവതത്തിന് അകത്തല്ല ഭഗവത്ഗീത വരുന്നത്, അത് മഹാഭാരതത്തിലാണ്. അപ്പോൾ ഈ ഓരോ പുരാണവും എഴുതപ്പെടുമ്പോൾ ആ പുരാണം ശ്രദ്ധേയമായി നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് പുരാണം? വേദവ്യാസം നമ്മളെ പഠിപ്പിക്കുന്നു. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. പുരാണത്തിനകത്ത് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സർഗഞ്ച, ഈശ്വരൻ എന്തെല്ലാം ഈ ഭൂമി സൃഷ്ടിച്ചു. ഈശ്വരൻ ഹിമാലയ പർവ്വതത്തെ സൃഷ്ടിച്ചു, ഇന്ത്യൻ മഹാസമുദ്രത്തെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഈശ്വരൻ സൃഷ്ടിക്കുക. 2 പ്രതിസർഗഞ്ച, ഈശ്വരൻ സൃഷ്ടിച്ചത് കൂടാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ എന്താ സൃഷ്ടിച്ചു. മനുഷ്യൻ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, എംബാസി ബിൽഡിംഗ് ഉണ്ടാക്കി, അവൻ വിമാനം ഉണ്ടാക്കി, ഫോണുണ്ടാക്കി, കാറുണ്ടാക്കി, അങ്ങനെ മനുഷ്യൻ കുറേ കാര്യങ്ങൾ സൃഷ്ടിച്ചു. അത് പ്രതിസർഗഞ്ച. വംശോ, ഓരോരുത്തരുടെയും വംശത്തിൻ്റെ ചരിത്രം. ഭഗവാൻ ശ്രീരാമൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ വംശചരിത്രം ഉണ്ടാവും. വിശാലമായി വൈശ്വത മനുവിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട, രഘുവിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട, രാജാ ഹരിശ്ചന്ദ്രൻ, സത്യത്തിൻ്റെ രാജാവായിരുന്ന ഹരിശ്ചന്ദ്രൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട, രാഹുലിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട, ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പ്രസിദ്ധനായ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഗതിയുടെ മകൻ, ദശരഥൻ്റെ മകൻ ശ്രീരാമൻ. 42 തലമുറ ഒറ്റ വരവിഞ്ഞ് വരും. അതാണ് വംശോ എന്ന് പറയുന്നത്. അടുത്തത് മന്വന്തരാണി. ലോകത്തിന് 14 മന്വന്തരങ്ങളാണ്. അതിലെ വൈശ്വത മന്വന്തരം, വൈശ്വതൻ സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനുള്ള കാലമാണ് നിങ്ങളും ഞാനും താമസിക്കുന്ന കാലം. ഓരോ മന്വന്തരത്തിനും 4 കാലമുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതത്രേത ദ്വാപര കലി. കലിയുഗം കഴിയുമ്പോൾ അടുത്ത മന്വന്തരം തുടങ്ങും. സോളാർ സിസ്റ്റത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലം കഴിയുമ്പോൾ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനില്ലാതാവും. ഇനി അടുത്ത മന്വന്തരം എവിടെയാണ്? റാസ അൽഗതി എന്ന് പറയപ്പെടുന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള പ്ലാനറ്റിലാണ് അടുത്തായി മനുഷ്യനുണ്ടാകുന്നത്. ഇങ്ങനെ 14 മന്വന്തരങ്ങൾ, മന്വന്തരാണി. പിന്നെ വംശാനുചരിതം, ഒരു വംശം എങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്നു. ഋഗ്വേദകാലത്ത് രാജാവായിരുന്ന സുദാസ് ഭരതഗോത്രക്കാരനായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിച്ച പൂരു രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ ഭരതകുലവും പൂരുവംശവും കൂടെ ചേരുമ്പോൾ അത് കുരുവംശമായി. ആ കുരുവംശത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും ഉണ്ടായി. ആ പാണ്ഡവന്മാരുടെ അമ്മ കുന്തിദേവി വന്നപ്പോൾ അത് കുരു യദു രാജവംശമായി. അവിടെ പാഞ്ചാലി വന്നപ്പോൾ കുരു യദു പാഞ്ചാല രാജവംശമായി. അവസാനം വിരാട രാജാവിൻ്റെ മകൾ ഉത്തരയുടെ ഗർഭത്തിലുണ്ടായ അഭിമന്യുവിലൂടെ രാജവംശം തുടരുമ്പോൾ അത് പുതിയ രാജവംശമായി മാറുകയാണ്. മന്വന്തരാണി. അത് കഴിഞ്ഞ് വംശാനുചരിതം. അപ്പോൾ നമ്മൾ ഭാഗവതം എന്ന് പറയുമ്പോൾ അത് ഈ 5 കാര്യങ്ങളാണ്. സർഗഞ്ച, പ്രതിസർഗഞ്ച, വംശോ, മന്വന്തരാണി, വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. 5 ലക്ഷണങ്ങളുള്ള ഒരു പുരാണം അത് എഴുതപ്പെടുമ്പോൾ അത് പറയാൻ വേണ്ടി വേദവ്യാസൻ കഥകൾ പറയും. ആ കഥകൾക്കകത്തുനിന്നാണ് നമ്മൾ സാരാംശം കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ആ കഥ എഴുതുന്നത്? അത് വേദവ്യാസൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇതിഹാസം നിർവചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ധർമാത്ര കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷതേ. അതായത് മനുഷ്യൻ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ അറിയേണ്ട 4 കാര്യങ്ങൾ. ഒന്ന് ധർമ്മം, എന്താണ് ശരി, വാട്ട് ഈസ് റൈറ്റ്. അർത്ഥം, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം. 3 കാമം, കാമത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം. പിന്നെ മോക്ഷം, മനുഷ്യൻ ഭൂമി ജീവിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? മോക്ഷം കിട്ടുക. ആ മോക്ഷം എങ്ങനെ കിട്ടണം.
അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷണെ 4 കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശ സമന്വിതം, ഉപദേശം ചേർത്ത് വെച്ചുകൊണ്ട് പൂർവയുക്തം കഥായുക്തം, എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള പൂർവയുക്തം വ്യാസൻ തീരുമാനിക്കും. പിന്നെ കഥായുക്തം, യുക്തമായ ഒരു കഥ അതിൻ്റെ കൂടെ ചേർക്കും. പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷതേ. നമ്മൾ കാണുന്ന ഭാഗവതത്തിന് 300 കഥകളുണ്ട്. ആ 300 കഥകളിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ സാമർത്ഥ്യത്തോടെ ജീവിച്ച് വിജയം വരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ധർമാർത്ഥ കാമ മോക്ഷമാണ്. വളരെ ശ്രദ്ധേയമായി അങ്ങനെ കഥകൾ പറയുമ്പോൾ വേദവ്യാസൻ 3 തരത്തിൽ കഥ പറയും. ഒന്ന് മിത്ത്, ഭൂമിയിൽ നടക്കാത്തൊരു സംഭവം നമ്മളൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടി കഥാരൂപത്തിൽ എഴുതുകയാണ്. രാജാവ് പോയി 10,000 കൊല്ലം തപസ്സിരുന്നു. രാജാവ് 10,000 കൊല്ലം തപസ്സിരിക്കാൻ പറ്റുമോ? 100 വയസ്സിൽ കൂടുതൽ ആയുസില്ലാത്ത മനുഷ്യൻ എങ്ങനെ 10,000 കൊല്ലം തപസ്സിരിക്കും? ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയ ശേഷം രാജാവ് 27,000 കൊല്ലം ഭരിച്ചു. ആരെങ്കിലും 27,000 കൊല്ലം ഭരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണ് ഈ കഥ പറയുന്നത്? തുടക്കത്തിൽ ഫസ്റ്റ് സെൻറ്റൻസിന് വേദവ്യാസം പറയുകയാണെങ്കിൽ കഥ നടന്ന സംഭവമല്ല, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കഥ എഴുതിയിരിക്കുകയാണ്. രണ്ടാമതായി ഷോർട്ട് സ്റ്റോറി എഴുതും, ചെറുകഥ എഴുതും. നമ്മളൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടി ചെറുകഥ എഴുതും. ചിത്രകേതു എന്നൊരാൾ 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ചു. 1 കോടി സ്ത്രീ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ താലി കെട്ടി, കുരവയിട്ട്, ഹാരമിട്ട്, മന്ത്രം ഓടി ഉടിപ്പിച്ച് താലി കെട്ടി സദ്യ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ 2.5 മണിക്കൂർ പോയില്ലേ? 1 കോടി സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ ഈ പഹയൻ 3000 കൊല്ലം കല്യാണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. 1 കോടി സ്ത്രീകളുടെ ജീവിതം പാഴാക്കിയ പഹയനെ വെടിവെച്ച് കൊല്ലേണ്ട റാസ്കലാണ് അവൻ. എന്തിനാണ് ഈ വേദവ്യാസം കഥ പറയുന്നത്? 1 കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ കെട്ടുന്നവനും കെട്ടപ്പെടുന്ന സ്ത്രീയുടെയും ജീവിതം കട്ടപ്പുകയാവും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. ഷോർട്ട് സ്റ്റോറിയാണ്. 3ാമത് കഥ പറയുമ്പോൾ അത് ഭൂമിയിൽ നടന്ന ഹിസ്റ്ററിയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ ജനിക്കുന്നു അയോധ്യയിൽ. 18 വയസ്സായപ്പോൾ അദ്ദേഹം സീതാദേവിയെ കല്യാണം കഴിച്ച് യുവരാജാവായ വാഴിക്കാമ്പടും തുടങ്ങുമ്പോൾ രണ്ടാനമ്മ കൈ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം 14 വർഷത്തേക്ക് വനവാസത്തിന് പോയി. രാവണനെ കൊന്ന് ഭാര്യയെ വീണ്ടെടുത്ത് 32ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് അദ്ദേഹം 27 കൊല്ലം ഭരിച്ചു. 32 തൊട്ട് 59 വയസ്സ് വരെ ഭരിച്ചു. 60 വയസ്സായ ഷഷ്ഠപൂർത്തിയായപ്പോൾ അവിടെ യമനുമായിട്ടുള്ള തർക്കത്തിൻ്റെ അവസാനം അദ്ദേഹം സരയൂ നദിയിൽ ജലസമാധിയിലൂടെ സ്വർഗാരോഹണം ചെയ്ത് വിഷുലോകത്തേക്ക് മടങ്ങിപ്പോയി. അപ്പം 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥ. അപ്പോൾ ചില കഥ മിത്താണ്, നടക്കാത്ത സംഭവമാണ്. 2 ചെറുകഥയാണ്, 3ാമത്തെ നടന്ന ചരിത്രമാണ്. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ പുരാണത്തിലും കഥ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഭാഗവതത്തിലെയും കഥ. അപ്പോൾ ഈ ഭാഗവതവും ദേവീ ഭാഗവതവും മഹാഭാരതവും കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ? യുധിഷ്ഠിരന് പിൻഗാമിയായി വന്ന അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത് ഗർഭത്തിൽ വെച്ച് തന്നെ അശ്വത്ഥാമാവിൻ്റെ അമ്പേറ്റ് കൊല്ലപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ പരീക്ഷയെ ജയിച്ച് ഭഗവാൻ ജനിപ്പിച്ച പയ്യനാണ്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന് പറയുന്നത്. 36ാമത്തെ വയസ്സിൽ അദ്ദേഹം 36 വർഷത്തെ യുധിഷ്ഠിരൻ 36 വർഷം ഭരിച്ച ശേഷം അദ്ദേഹം മഹായാത്രയ്ക്ക് പോയപ്പോൾ 36 വയസ്സുള്ള പരീക്ഷിത്ത് രാജാവായി. അത് 24 വർഷം കഴിഞ്ഞ് ഷഷ്ഠപൂർത്തി ആഘോഷിക്കുന്ന സമയമായപ്പോൾ അദ്ദേഹം കാട്ടിൽ വേട്ടയിടാൻ പോയി. അദ്ദേഹത്തിന് ദാഹിച്ചു. അതൊരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചു. അവിടുത്തെ മുനികുമാരൻ ഇരുന്ന് ധ്യാനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുനി. താൻ പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിച്ചില്ല എന്ന് ദേഷ്യം വന്ന രാജാവ് ഒരു പാമ്പിനെ എടുത്ത് അവൻ്റെ കഴുത്തിൽ, ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് മുനിയുടെ മകൻ കയറി വന്നു. അവൻ ശപിച്ചു, നീ ഇന്നേക്ക് 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ച് നീ മരിക്കും. ശാപം കേട്ട് ആ മുനി ഈ രാജാവ് പോയി ഒളിച്ചിരുന്നു, ഒരു കൊട്ടാരത്തിൽ കയറി ഒളിച്ചിരുന്നു. ആ സമയത്ത് പരീക്ഷിത്ത് രാജാവിൻ്റെ മരണഭയം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം. അച്ഛൻ തക്ഷകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ
മകൻ ജനമേജയൻ സത്രം നടത്തി. സർപ്പസത്രം, ഈ പാമ്പുകളെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയുള്ള സത്രം. ആയിരക്കണക്കിന് പാമ്പ് കൊല്ലപ്പെട്ടു. ദേവേന്ദ്രൻ വന്നിട്ടും രക്ഷപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശാപം കിട്ടി. അങ്ങനെ അദ്ദേഹം മരണഭയം കൊണ്ട് ഒളിച്ചിരുന്നപ്പം ജനമേജയന് വന്ന് വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി ഭാഗവതം. ഈ സമയത്ത് ആസ്തിക മുനി അവിടെ വന്നു. ആസ്തിക മുനി വന്നിട്ട് സർപ്പസത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആരാണ് ഈ ആസ്തികൻ? തക്ഷകൻ്റെയും വാസുകിയുടെയും സഹോദരി മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചിരുന്നു. ആ മാനസയുടെ മകനാണ് ഈ ആസ്തിക മുനി. ആസ്തിക മുനിയുടെ സ്വാധീനത്തിൽ ജനമേജയൻ അവസാനം സർപ്പസത്രം നിർത്തി. അപ്പോൾ വൈശമ്പായനൻ വേദവ്യാസൻ്റെ ശിഷ്യനോട് ഇരിപ്പുണ്ട്. എൻ്റെ ഗുരു ഒരു വലിയ മഹത് കാവ്യം എഴുതിയിട്ടുണ്ട്, കേൾക്കണമെന്ന് ചോദിച്ചു. കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സർപ്പസത്ത് യാഗഭൂമിയിൽ വെച്ച് പറയുന്നതാണ് മഹാഭാരതം. ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ 3 ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരസ്പരം കണക്റ്റഡാണ്. മരണഭയം കൊണ്ട് ഒളിച്ചിരുന്നപ്പോൾ പരിശുദ്ധ രാജാവിന് പറഞ്ഞു കൊടുത്തു ശ്രീമദ് ഭാഗവതം. അച്ഛനെ കൊന്ന വൈരാഗ്യത്തിൽ പാമ്പുകളെ കൊല്ലുന്ന പ്രോസസ്സിൽ മരണഭയം ഉണ്ടായ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നു വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം. ആ സർപ്പസം നിർത്തിവെച്ച സ്ഥലത്ത് വെച്ചിട്ട് വേദവ്യാസന് ശിഷ്യൻ വൈശമ്പായനം പറഞ്ഞു കൊടുക്കുന്നു മഹാഭാരതം. മഹത്തായ 3 ഗ്രന്ഥങ്ങൾ കണക്റ്റഡാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ ദശാവതാരം ഇങ്ങനെ വരികയാണ്. ആ ദശാവതാരം പറയുമ്പോൾ അതിനൊരു ഓർഡറുണ്ട്. കൃതയുഗത്തിൽ 4, ത്രേതായുഗത്തിൽ 3, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാനും ഭഗവതിയും അവതരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ദശാവതാരം, വിഷ്ണു ഭഗവാന്റെ ദശാവതാരം, ഭഗവതിയുടെ ദശാവതാരം, പിന്നെ പരമശിവൻ്റെ അഷ്ടദശാവതാരം. പരമശിവന് 18 അവതാരമാണ്. 12 അവതാരം മനുഷ്യരൂപം, 6 മൃഗരൂപം. അപ്പോൾ ഈ 3 ഭാഗവതങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഹിന്ദുമതം എന്താണ്, അതിൻ്റെ സാരാംശം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതിലെ ഒരാസ്പെക്റ്റാണ് നിങ്ങളോട് സംസാരിക്കാൻ അമ്പല കമ്മിറ്റിക്കാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഭാഗവതവും പ്രകൃതിയും, നേച്ചർ ആൻഡ് ഭാഗവതം. നമ്മൾ ആ വിഷയത്തേക്ക് കടക്കുമ്പോൾ ഈ ക്ഷേത്രം ഇരിക്കുന്നത് വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ്. അറബിക്കടലിൻ്റെ ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെയും തീരത്ത് ഒരു പെൻസുല പോലെ തള്ളി നിൽക്കുന്ന ഒരു ദ്വീപിൽ, 400 ഏക്കറുള്ള ഒരു ദ്വീപിൽ ഈ ക്ഷേത്രം സ്ഥാപിച്ച് ഇവിടെ ഭഗവതിയെയും അഷ്ട ആരാധനാമൂർത്തികളെയും പ്രതിഷ്ഠിച്ച് ഈ പുണ്യക്ഷേത്രം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്ത് ഭാഗവതവും പ്രകൃതിയും എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. വിഷ്ണു ഭഗവാന് 10 അവതാരങ്ങളാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ചരാമ, 3 രാമന്മാർ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണ, കൽക്കി. 10 അവതാരമാണ്. കൃതയുഗത്തിൽ 4 അവതാരം, ത്രേതായുഗത്തിൽ 3 അവതാരം, ദ്വാപരയുഗത്തിൽ 2 അവതാരം, കലിയുഗത്തിൽ കൽക്കി മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലം അവസാനിക്കുമ്പം കൽക്കി വരും. ഈ ദശാവതാരത്തിൻ്റെ കഥ പറയുമ്പോൾ അത് പ്രകൃതിയുമായി നിൽക്കുന്നൊരു സംഭവമാണ്. ശാസ്ത്രം പറഞ്ഞു, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, ഭൂമിയിൽ മൃഗങ്ങൾ പരിണാമം ചെയ്ത് കുരങ്ങനായി, കുരങ്ങൻ പരിണാമം ചെയ്ത് ആൾക്കുരങ്ങനായി, ആൾക്കുരങ്ങ് പരിണാമം ചെയ്ത് മനുഷ്യനുണ്ടായി. ഇതാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഈ പരിണാമ സിദ്ധാന്തം അതുപോലെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡാർവിൻ പറയുകയാണ്, ആദ്യം ജീവനുണ്ടായത് കടലിലാണ്, മത്സ്യങ്ങളാണ്. അതാണ് ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരം, മത്സ്യം. രണ്ടാമതായി കടലിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആംഫീബിയൻ മൃഗങ്ങളുണ്ടായി. ആമ കടലിലും ജീവിക്കും, കരയിലും ജീവിക്കും. ആമയായിട്ടാണ് വിഷ്ണു ഭഗവാൻ 2ാമത്തെ അവതാരം. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന അപരിഷ്കൃത മൃഗങ്ങളുണ്ടായി.
അതാണ് വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരം, വരാഹം, പന്നി. നാലാമതായി മൃഗവും മനുഷ്യനും മിക്സ് ചെയ്യുന്ന സ്വഭാവമുള്ള മൃഗങ്ങളുണ്ടായി. അതാണ് നരസിംഹം, പകുതി സിംഹം പകുതി മനുഷ്യൻ. പിന്നെ ആദ്യം മനുഷ്യനുണ്ടായി. ആദ്യം മനുഷ്യൻ നീളക്കുറവായിരുന്നു, പിഗ്മികളായിരുന്നു. അതാണ് ഭാഗവതത്തിലെ അടുത്ത അവതാരം, വാമനൻ, നീളം കുറഞ്ഞ മനുഷ്യൻ. പിന്നെ മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന ഹണ്ടർ ഗാദറായിരുന്നു. അതാണ് മഴുവേന്തി നിൽക്കുന്ന പരശുരാമൻ, വേട്ടക്കാരൻ്റെ രൂപമുള്ള പരശുരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ സൊസൈറ്റീസ് ഉണ്ടാക്കി, അവൻ ഭരണക്രമം ഉണ്ടാക്കി, സ്റ്റാർട്ടിങ് ഓഫ് സിവിലൈസേഷൻ. ആ സിവിലൈസേഷൻ ഉണ്ടാക്കിയ ഭാഗമാണ് ഉത്തമ പുരുഷനായ ശ്രീരാമേന്ദ്ര ഭഗവാൻ. പിന്നെ മനുഷ്യൻ സെറ്റിൽ ചെയ്തിട്ട് കൃഷി തുടങ്ങി. 7000 BC ആയപ്പോൾ മനുഷ്യൻ ഈ കായ്കനികളും പിന്നെ മൃഗങ്ങളെ പിടിച്ച് ജീവിക്കുന്നതിന് പകരം കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അവൻ കാലാവസ്ഥയെ മനസ്സിലാക്കി. ആ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കലപ്പേന്ത് നിൽക്കുന്ന ബലഭദ്രരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തു. അവൻ മക്യവെല്യൻ റൂളേഴ്സിനെ ഉണ്ടാക്കി. ആ മക്യവെല്യൻ റൂളറുടെ കാലഘട്ടമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം. ഏറ്റവും അവസാനം മനുഷ്യൻ പുരോഗതി പ്രാപിച്ച് അവനെ തന്നെ തിന്നുന്ന പരിപാടിയിലേക്ക് അവൻ എത്തിച്ചേരും. അവൻ ആറ്റം ബോംബ് കണ്ടുപിടിക്കും, അവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കും. അതോടെ ലോകം അവസാനിക്കും. അപ്പോൾ ഡാർവിൻ പറയുന്ന പരിണാമ സിദ്ധാന്തം, അതാണ് ഭഗവാന്റെ ദശാവതാരമായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. അപ്പോൾ ആ ഭാഗവതത്തിൽ ഓരോ അവതാരം എടുക്കുമ്പോഴാണ് ഈ പ്രകൃതിയുമായി അതെങ്ങനെ കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ദശാവതാരത്തിൽ ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. ഭൂമിയിൽ വലിയ പ്രളയമുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം മുഴുവൻ റിവർ വാലി സിവിലൈസേഷനാണ്. മെസപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി തീരത്ത് 3 സംസ്കാരം: സുമേരിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഇന്ത്യയിലെ സിന്ധു നദിയുടെ തീരത്ത് സിന്ധു നദിയുടെ സംസ്കാരം. ചൈനയിലെ ഹൊയാഹോ യാങ്സി നദിയുടെ തീരത്ത് ചൈനീസ് സംസ്കാരം. ടൈബർ നദിയുടെ തീരത്ത് റോമൻ സംസ്കാരം. ഗ്രീസിലെ പ്രസിദ്ധമായ നദിയുടെ തീരത്ത് ഗ്രീക്ക് സംസ്കാരം. ഇപ്പോൾ ലോകത്തിലെ ആദിമ സംസ്കാരങ്ങളെല്ലാം നദീതീരത്താണ്. അതുകൊണ്ട് തന്നെ നദീതീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് മനുഷ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആദിമ കഥകളിലെ ആദ്യത്തെ രൂപം വെള്ളപ്പൊക്കവും വെള്ളവുമായി ബന്ധപ്പെട്ട മത്സ്യവുമാണ്. ആ മത്സ്യാവതാരം ഉണ്ടാവുന്നത് ആദിമ പ്രളയകാലത്താണ്. അന്ന് മനു, ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും പൂർവികനായ മനു, അദ്ദേഹം ഒരു വലിയ കപ്പലുണ്ടാക്കി. ആ കപ്പലിനെ ഭഗവാൻ മത്സ്യമായി വന്ന് വലിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. അതാണ് മത്സ്യാവതാരം. ഒരർത്ഥം പറഞ്ഞാൽ മനുവായാണ് അവതരിച്ചിരിക്കുന്നത്. മനുഷ്യരൂപം മനുവായിരുന്നു, പക്ഷെ മത്സ്യത്തിന് സഹായത്തോടെ രക്ഷപ്പെട്ടത്. അതാണ് മത്സ്യാവതാരം എന്ന് പറയുന്ന ഒന്നാമത്തെ അവതാരം. ഈ കഥ ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണോ? അല്ല. ഈ കഥ ലോകത്തിലെ പല സംസ്കാരത്തിനുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഇതുപോലെ നൈൽ നദിയിൽ പ്രളയമുണ്ടായി. ലോകം മുഴുവൻ നശിക്കാൻ തുടങ്ങിയപ്പോൾ ഫറവോ മീൻസ് എന്നൊരു ഫറവോ രാജാവ് വന്ന് ഡൈക്സ് ഉണ്ടാക്കി വെള്ളം തിരിച്ചുവിട്ട് കൃഷി ഉണ്ടാക്കി ഈജിപ്ഷ്യൻ സംസ്കാരത്തെ രക്ഷിച്ചു. ഗ്രീസിൽ വലിയ പ്രളയമുണ്ടായി. ഗ്രീസ് മുഴുവൻ നശിക്കുന്ന വലിയ പ്രളയം. ആ വലിയ പ്രളയം ഒരു വലിയ ഭാഗം അങ്ങ് തിന്നോണ്ട് പോയി. ഇതാണ് പ്രസിദ്ധമായ ബ്ലാക്ക് സീ ഫോർമേഷൻ എന്ന് പറയപ്പെടുന്നത്. ബ്ലാക്ക് സീ ഫോർമേഷൻ, അതായത് ബ്ലാക്ക് സീയെ മെഡിറ്ററേനിയൻ കടലുമായി കണക്ട് ചെയ്തിരുന്നത് ഒരു 3 കിലോമീറ്റർ നീളമുള്ള ഒരു മൺതിട്ടയായിരുന്നു. ഈ മൺതിട്ട അങ്ങ് പൊട്ടിച്ചിട്ട് മെഡിറ്ററേനിയൻ കടൽ ബ്ലാക്ക് സീ പ്രദേശത്തൊക്കെ ഇരച്ച് കയറി. അങ്ങനെ ഇപ്പോഴും അണ്ടർഗ്രൗണ്ട് ക്യാമറ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിനടി ഒരുപാട് പട്ടണങ്ങളും കെട്ടിടങ്ങളും കാണാൻ പറ്റും. ഈ വെള്ളപ്പൊക്കം ഗ്രീസുകാരുടെ ഇതിഹാസത്തിൽ പരാമർശമായി. അവിടെ അത് ചെയ്തത് മീനോസ് എന്ന് പറയുന്ന ഒരു അവതാര പുരുഷനാണ്. ഈ കഥ തന്നെ
യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന വേദപുസ്തകത്തിലേക്ക് കടന്നുകൂടി. യഹൂദന്മാർ തൗറാത്തെന്നും തോറ എന്നും, ക്രിസ്ത്യാനികൾ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്നും, മുസ്ലിങ്ങൾ തൗറാത്തെന്നും വിളിക്കുന്ന ഗ്രന്ഥത്തിൽ ഇതുപോലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ നോഹ പെട്ടകം ഉണ്ടാക്കി ലോകത്തെ രക്ഷിക്കുകയാണ്. അത് മുസ്ലിങ്ങളുടെ ഖുറാനി വന്നപ്പോൾ എന്നായി. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഭാഗവത്തിൽ പറയുന്ന മനുവും ഈജിപ്തുകാർ പറയുന്ന മീൻസും ഗ്രീക്കുകാർ പറയുന്ന മീനോസും വേദോസത്തിൽ പറയുന്ന എല്ലാം മായും നായും ചേർന്ന വാക്കുകളാണ്. നമുക്ക് മനു, ഈജിപ്തുകാർക്ക് മീൻസ്, ഗ്രീക്കുകാർക്ക് മീനോസ്, വേദപുസ്തകത്തിൽ മനു എന്നുള്ള മാത്രം. അതാണ് നോഹയായി മാറുന്നത്. അപ്പോൾ ഈ കഥ എല്ലാ നദീന സംസ്കാരങ്ങളെയും സംഘടിപ്പിക്കുന്ന എന്തോ ഒരു കഥയാണ്. അതുകൊണ്ടാണ് എല്ലാ സംസ്കാരങ്ങളിലും ഒരേ പേരിൽ ആ വാക്ക് വരുന്നത്. മായും നായും ചേർന്ന വാക്കായിട്ട് ഈ രക്ഷകനെ വരുന്നത്. അങ്ങനെ മനുവിൻ്റെ രക്ഷകനായി വന്നപ്പോൾ ആ കപ്പലിനെ കെട്ടി വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മീനാണ്, മത്സ്യം. അതാണ് ആദ്യത്തെ മത്സ്യാവതാരം. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തത്വമാണ്. നിങ്ങൾ കടൽ തീരത്ത് താമസിക്കുന്ന ജനവുമാണ്, അഷ്ടമുടി കായലിൻ്റെ തീരത്ത് ജീവിക്കുന്നവരാണ്. ഈ കായലിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളിൽ പലതും അപൂർവമായ മത്സ്യങ്ങളാണ്. ലോകത്തിൽ ഒരിടത്തും കാണാത്ത ഒരു മത്സ്യം നമ്മുടെ ഈ അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലുമായിട്ടുണ്ട്. അതാണ് കരിമീൻ എന്ന് പറയുന്ന സാധനം. 64 ടൈപ്സ് ഉണ്ട് ഈ കരിമീൻ. അപ്പോൾ ഞാൻ വിദേശത്ത് പോയി, കുവൈറ്റിലെ 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ചെഫ് എൻ്റെ അടുത്ത് വന്നു. അയാൾ പറഞ്ഞു, വളരെ ശ്രേഷ്ഠമായൊരു കാര്യമുണ്ട് സാറേ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കരിമീൻ അതിൻ്റെ ഫ്രൈ ആണ്. ഞാൻ ചോദിച്ചു, എന്തോ അതിൻ്റെ വില? 5500 രൂപ ഒരു പ്ലേറ്റ് കറിക്ക്, 5500 രൂപ. അപ്പോൾ നമ്മളിവിടെ കരിമീൻ പിടിച്ച് തിന്നാറില്ലേ? ഇത്രയും വില കൂടി മീനാണ് നിങ്ങൾ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടോ? പക്ഷേ ലോകത്ത് എവിടെ പോയാലും അവിടുത്തെ മേശപ്പുറത്ത് വരുന്ന അതിശ്രേഷ്ഠമായൊരു മത്സ്യമാണ് കരിമീൻ. നമ്മുടെ ഈ പ്രദേശത്തിന് വളരെ അടുത്താണ് പ്രസിദ്ധമായ കായൽ ഉള്ളത്, ശുദ്ധജല തടാകം, ശാസ്താംകോട്ട തടാകം. ആ തടാകത്തിൽ വളരെ അപൂർവമായി കിട്ടുന്ന 3 മത്സ്യയിനങ്ങളുണ്ട്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മത്സ്യം അവതരിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ കടൽത്തീരത്ത് ജീവിക്കുമ്പോൾ അനേകം മത്സ്യങ്ങളെ പറ്റി പരിചയപ്പെടും. ആ മത്സ്യങ്ങൾ അപൂർവമായ ചില സംഗതികൾ തരുന്ന ഒന്നാണ്. വളരെ പ്രത്യേകതയുള്ളൊരു മത്സ്യം നമുക്ക് ചെറുതായിട്ട് കിട്ടും, പൊടിമീൻ എന്ന് പറയും. പൊടിമീൻ. ആ പൊടിമീന് ആസ്മ വരുന്ന രോഗികൾക്ക് ആയുർവേദ ഡോക്ടർമാർ അവരുടെ മരുന്ന് ഈ പൊടിമീൻ്റെ വായിൽ വെച്ചിട്ട് രോഗിയെ കൊണ്ട് വിഴുങ്ങിപ്പിക്കും. അപ്പോൾ 50% ആസ്മ രോഗം ഇല്ലാതാവും, ശ്വാസകോശം എന്ന രോഗം ഇല്ലാതാവും. അപ്പോൾ അപൂർവമായ രക്ഷകനായി വരുന്നു ഈ മത്സ്യം. ആ മത്സ്യം നോൺ വെജിറ്റേറിയൻസ് കഴിക്കും, വെജിറ്റേറിയൻസ് കഴിക്കാറില്ല. പക്ഷേ ഇന്ത്യയിലെ ബ്രാഹ്മണരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണനാണ് ബംഗാളി ബ്രാഹ്മണർ. ബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ സ്ത്രീയാണ്, മമതാ ബാനർജി. ബംഗാളിലെ പ്രസിഡന്റായ BC റോയ് അവിടുത്തെ 12 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു, ബ്രാഹ്മണനാണ്. പക്ഷെ ബംഗാളി ബ്രാഹ്മണർ വെജിറ്റേറിയൻസ് ആണെങ്കിലും അവർ മത്സ്യം കഴിക്കും. പക്ഷെ മത്സ്യം കഴിക്കുന്നതിന് മുമ്പ് അവരെ വിളിക്കും സീ വെജിറ്റബിൾ, കടലിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ. വെജിറ്റബിൾ എന്ന് വിളിച്ചാൽ തിന്നാമല്ലോ, കടലിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ തിന്നാമല്ലോ. അങ്ങനെയാണ് അവർ വെജിറ്റബിൾ. നമ്മൾ ഈ നെയ്മീൻ എന്ന് പറയുന്ന സാധനം അവർ പറയുന്നത് റുഹി എന്നാണ്. റുഹി ഉണ്ടെന്ന് പറഞ്ഞാൽ ബംഗാളിയുടെ വായിൽ അപ്പോഴേ വെള്ളം വരും, നമ്മുടെ വായിക്കാത്ത ആ മധുരം അപ്പോഴേ എത്തും. അപ്പോൾ മത്സ്യാവതാരം, നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലം 75% കടലാണ്. കരഭൂമി എന്ന് പറഞ്ഞാൽ 24% ഉള്ളൂ. 24% വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ ഭൂമിയുടെ 75% വരുന്ന കടലിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ആ കടൽ പിന്നോട്ട് മാറും, മുമ്പോട്ട് വരും, രണ്ടും ചെയ്യും. പണ്ട് പുറകോട്ട് മാറിയിരുന്നു,
ഇപ്പോൾ താണ്ട മുമ്പോട്ട് കയറി നമ്മുടെ കര കൈക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മത്സ്യത്തിൻ്റെ സ്വഭാവം കാണുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ചാകര എന്ന് പറയുന്നത്. കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരയ്ക്ക് വരുന്ന ഒന്നാണ് ഈ ചാകര എന്ന് പറയുന്നത്. ആ ചാകര എപ്പോൾ വരും? പുറക്കാട്ടെ മത്സ്യത്തൊഴിലാളോട് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയൊരു അറിവാണ് ചാകര എപ്പോൾ വരും എന്നവൻ കണ്ടെത്തും. അവനിങ്ങനെ ഇരിക്കുമ്പോൾ കടലിൽ നിന്ന് കുറേ പക്ഷികളിങ്ങനെ വരും. ആ പക്ഷികളൊന്നും ഇന്ത്യക്കാരല്ല. അറേബ്യൻ ദേശത്ത് നിന്ന് കുറേ പക്ഷിക്ക് കടൽ കടന്നിവിടെ വരും. നമ്മൾ ചക്കയ്ക്ക് ഉപ്പുണ്ടോ എന്ന് പറയുന്ന ഉപ്പും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും എന്ന് പറയുന്ന പാടുന്നു നാം സങ്കല്പിക്കുന്നൊരു പക്ഷിയുണ്ട്. ആ പക്ഷി ഇന്ത്യക്കാരനല്ല. ആ പക്ഷി സൗദി അറേബ്യയിൽ നിന്നും അവിടുന്ന് പറന്നു വരുന്നതാണ്. ആ പക്ഷി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മുക്കൂര് പറയും ചാകര വരാൻ പോകുന്നു. പിന്നെ അവർക്ക് വലിയ ഉത്സവമാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കൊല്ലത്തെ മുഴുവൻ വരുമാനത്തിൻ്റെ 90% വരുന്ന ആ 45 ദിവസമാണ് ചാകര. തകഴി ചെമ്മീൻ എഴുതി പ്രസിദ്ധമായി സിനിമയാക്കി, രാമുക്കാരുടെ സിനിമയാക്കി. ആ സിനിമയിൽ പറയുന്നത് പോലെ ഭാഗ്യം കൊണ്ടുവരുന്നൊരു സിമ്പലാണ് മത്സ്യം വരുന്ന ചാകര എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയും മത്സ്യവും പ്രകൃതിയും നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും ആ കടലിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അവതാരമാണ് മത്സ്യാവതാരം. കേരളത്തിൽ മഴ പെയ്യും. മഴ എത്ര കനക്കം എങ്ങനെ കണ്ടെത്തും? കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് 5000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് പസഫിക് സമുദ്രത്തിലെ കടലിൻ്റെ മുകൾ തട്ടിൽ 2 ഡിഗ്രി ചൂട് കൂടിയാൽ അപ്പം പസഫിക് സമുദ്രത്തിൽ സിഗ്നൽ വരും, കേരളത്തിൽ ഇതാ ഭയങ്കര മഴ പെയ്യാൻ പോകുന്നു, എടവപ്പാതി കനക്കാൻ പോകുന്നു, ചക്രവാത ചുഴി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു പറയും. കടലിൻ്റെ സ്വഭാവം മനസ്സിലാക്കൊണ്ടല്ലേ നമ്മൾ വെള്ളപ്പൊക്കം പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ വെള്ളപ്പൊക്കം നമുക്ക് നേരിടാൻ പറ്റുന്നത്. അപ്പോൾ ഈ സമുദ്രത്തെ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ആ സമുദ്രത്തെ കടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ സമുദ്രത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചപ്പോൾ ചോളന്മാർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ പിടിച്ചടക്കി. ആ സമുദ്രത്തെ പിടിച്ചടക്കാൻ വേണ്ടി നേവിയെ ഡെവലപ്പ് ചെയ്തു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. അവർ ലോകം മുഴുവൻ കീഴടക്കി, നമ്മളെയും കീഴടക്കി. കാര്യം എന്താണ്? അവൻ ഗൺ ഫിറ്റ് ചെയ്ത ഗൺ ബോട്ട് ഡെവലപ്പ് ചെയ്തു. നമ്മെ കീഴടക്കാൻ അവന് പറ്റി. അപ്പോൾ കടലിനെ മാനേജ് ചെയ്യാൻ ആർക്ക് പറ്റുമോ ആ ജനവിഭാഗം ലോകം ഭരിക്കും. അപ്പം കടലിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? മീനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇത് നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതി പഠനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്ന അവതാരമാണ് മത്സ്യാവതാരം. രണ്ടാമത്തെ അവതാരം കൂർമാവതാരമാണ്, ആമ. നിങ്ങൾക്ക് കഥ അറിയാം. കടലിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ് ആമ. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുതപ്പെട്ട മൃഗമൊന്നും കടിച്ച ഒരു രക്ഷയില്ല. അവൻ തലയും കാലും അകത്തോട്ടങ്ങ് വലിക്കും. ആ തലയോ കാലോ പുറത്തോട്ട് വരുന്ന സമയത്ത് ആ തലയിൽ കടിച്ചാൽ മാത്രമേ ആമയെ കൊല്ലാൻ പറ്റുള്ളൂ. ആമയെ കൊന്നാലോ ആ തോട് പൊളിച്ചതിൻ്റെ ഇറച്ചി തിന്നാൻ ഒരുതപ്പെട്ട മൃഗത്തിനൊന്നും പറ്റില്ല. അപ്പോൾ ഈ കനത്ത തോടോടുകൂടി ആമയെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ആമ രണ്ടാമത്തെ അവതാരമായി മാറുകയാണ്. പാലാഴി മദനം നടത്തണം. പാലാഴി മദനം നടത്തണമെങ്കിൽ മന്ദര പർവ്വതത്തെ കൊണ്ടിട്ട് കറക്കണമെങ്കിൽ നമ്മൾ തൈര് കടയുന്ന പോലെ കടയാൻ കറക്കണമെങ്കിൽ അതിനൊരു കയറ് വേണം. ആ കയറായിട്ട് വാസുകി പാമ്പ് കയറായിട്ട് മാറി. പക്ഷേ ഈ കടലിനടി വരെ പോകുന്ന പർവ്വതമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കടയണമെങ്കിൽ തറയിൽ ഉറച്ചിരിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ മലയിൽ നിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണു ഭഗവാൻ ആമയായി മാറി, കൂർമാവതാരമായി. ആ കൂർമത്തിൻ്റെ പുറത്താണ് മന്ദരപർവ്വതം വെക്കുന്നത്. എന്നിട്ട് കറക്കണം. മന്ദരപർവ്വതം കറങ്ങണമെങ്കിൽ ആമയും കൂടി ഇങ്ങനെ കറങ്ങണം. കറങ്ങി അവസാനം പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ കടലിനടിയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ പൊങ്ങി വന്നു. അവസാനം അമൃത് കിട്ടി. ആ അമൃത് കൈക്കലാക്കാൻ വേണ്ടി ദേവന്മാർ അസുരന്മാരും തർക്കമായി. ദേവന്മാരാണ് പാമ്പിൻ്റെ തലയെ പിടിച്ചിരുന്നത്, വാലിലെ അസുരന്മാർ. അങ്ങനെ ആ പാമ്പിനെ കറക്കുമ്പോഴാണ് പാമ്പ് വിഷം ഛർദ്ദിച്ചു. ഹലാഹല വിഷം ഛർദ്ദിച്ചു.
അത് ഭൂമിയിൽ മുഴുവൻ പരന്നാൽ ലോകം മുഴുവൻ നശിക്കും, മനുഷ്യർ മുഴുവൻ നശിക്കും. പരമശിവൻ അതെടുത്തങ്ങോട്ട് വിഴുങ്ങി. ഭാര്യ പാർവതി, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കാൻ പാടില്ലാത്തൊരു സ്ഥലം കൊങ്കേറി ഊറി ഞെക്കി. പരമശിവൻ മരണത്തെ കൺട്രോൾ ചെയ്യുന്ന ദേവനാണ്. ഭാര്യ അത് ചിന്തിച്ചില്ല. പരമശിവൻ ചത്തുപോകുന്നു പേടിച്ചിട്ട് കഴുത്തെ കയറി ഞെക്കി. അവിടെ ആ വിഷം കട്ട പിടിച്ചു. അങ്ങനെ വള്ളത്തോൾ പാടുന്നത് പോലെ നീലകണ്ഠനായതല്ലോ പരമശിവൻ. പരമശിവൻ നീലകണ്ഠനായി മാറി. വിഷം ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. ആ പാലാഴി മഥനത്തിൽ പുറത്തു വരുന്നത് 64 സംഭവങ്ങളാണ്. ആ സമയത്ത് രക്തങ്ങൾ പുറത്തു വന്നു. ആ സമയത്ത് മരുതരക്തം പുറത്തു വന്നു. ആ കലക്കിനകത്തു നിന്നാണ് സരസ്വതി ദേവി പുറത്തേക്ക് വരുന്നത്. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവി പുറത്തേക്ക് വന്നു. അങ്ങനെ 64 സാധനങ്ങൾ പുറത്തു വന്ന ശേഷം അവസാനം അമൃത് പുറത്തേക്ക് വന്നു. മരണമില്ലാത്ത അമൃത് പുറത്തേക്ക് വന്നു. അമൃതാരയിൽ മാനുഫാക്ചർ ചെയ്താണോ? അല്ല. ഏതെങ്കിലും ലബോറട്ടറിയിൽ ഉണ്ടാക്കിയതാണോ? അല്ല. അമൃത് കടലിനടിയിലുണ്ടായിരുന്നു. ഇന്ന് കടലിനെ മാനേജ് ചെയ്യാൻ ആർക്ക് പറ്റുമോ അവൻ ഭൂമിയെ ഭരിക്കും. ആ കടലിനടിയിൽ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത നിധികൾ കിടക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം മാത്രം സീ മൈനിങ് നടത്തിയാൽ ആ മൈനിങ്ങിലൂടെ ലോകത്തിലെ ആകെ സമ്പത്തിൻ്റെ 1000 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റും. അറബിക്കടലിലും ബേ ഓഫ് ബംഗാളിലും മാത്രം ഖനനം നടത്തിയാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്നത്തെ 100 ഇരട്ടി സമ്പത്തുള്ള രാജ്യമായി മാറും. ആ സീ മൈനിങ് ആണ് പാലാഴി മഥനം ചെയ്യുന്നത്. പാലാഴി മഥനത്തിലൂടെയാണ് ദേവന്മാരും അസുരന്മാരും കഴിവുള്ളവരായിരുന്നു. അവർക്ക് വേണ്ട സാധനം മുഴുവൻ അതിനടിയിൽ നിന്ന് പൊങ്ങി വരികയാണ്. അറബിക്കടലിൻ്റെയും ബേ ഓഫ് ബംഗാളിൻ്റെയും അടിത്തട്ടിൽ നിന്ന് വലിയ നിധികൾ നേടിയെടുക്കാൻ പറ്റും. കേരളത്തിലെ മീൻപിടുത്തക്കാര് 20 കിലോമീറ്റർ വരെ പോയി മീൻ പിടിക്കും, വള്ളത്തേലും ബോട്ടിലും പോയി. ആ ബോട്ട് ശക്തി കുറഞ്ഞതാണെങ്കിൽ തിരമാലയിൽപ്പെട്ട് മീൻപിടുത്തക്കാർ മരിക്കും. എല്ലാ വർഷവും കേരളത്തിൽ മീൻപിടുത്തക്കാർ 50-60 പേരാണ് മരിക്കുന്നത്. ആ ബോട്ടിന് ശക്തിയില്ല. പലപ്പോഴും കട്ടമരം ചേർത്ത് വെച്ച് കെട്ടിയാണ് പോകുന്നത്. ആ കെട്ട എന്തെങ്കിലും രീതിയിൽ പൊട്ടിപ്പോയാൽ മരം സെപ്പറേറ്റ് ചെയ്യും, മുക്കുവൻ വെള്ളത്തിൽ വീണ് മരിക്കും. ആ കട്ടമരം എന്നുള്ളത് സായിപ്പ് കട്ടാമരൻ എന്നാക്കി ചങ്ങാടത്തിന് കട്ടാമരൻ എന്ന് പേരെടുത്ത് കട്ടമരം എന്നുള്ളതാണ് ഈ വാക്ക്. അപ്പോൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യണം? അതിനെ വരണമെങ്കിൽ ട്രോളർ വേണം. കുറേ മീൻപിടുത്തക്കാർ വന്ന് ട്രോളർ കൊണ്ടുവന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. ആ മീൻ പിടിക്കുന്ന സമയത്ത് ട്രോളർ മീൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത തലമുറ മീനിന് വേണ്ടി ഉണ്ടാകുന്ന പെറ്റു വീഴുന്ന മുട്ടകൾ അതങ്ങോട്ട് ജനിച്ചു വീഴുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഈ ട്രോളർ അടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ കടൽ തീരത്ത് കട്ടമരത്തിൽ പോകുന്ന സാധാരണ മുക്കുവിന് കിട്ടേണ്ട മീനാണ് ഈ ട്രോളറുകാർ അടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? 60 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധിച്ചു. ട്രോളിംഗ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ട്രോളർ പോവുകയില്ല, പകരം നമ്മുടെ മീൻപിടുത്തക്കാർക്ക് പോവാം. അപ്പോൾ ആ കടലിലെ സമ്പത്ത് ആ മീൻപിടുത്തക്കാർക്ക് കിട്ടും, നമ്മുടെ മീൻപിടുത്തക്കാർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കടലിൽ ട്രോളർ കൊണ്ടുവന്ന് മീൻ പിടിക്കുന്ന ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഗുജറാത്തികളാണ്. രണ്ടാമത് വിയറ്റ്നാമിൽ നിന്ന് വരുന്നവരാണ്. മൂന്നാമത് ഫിലിപ്പൈൻസിൽ നിന്ന് വരുന്നവരാണ്. കേരള തീരത്തുണ്ടാകുന്ന മീൻ കേരളത്തിലെ മുക്കുവിന് കിട്ടേണ്ട മീനാണ്. പിടിച്ചുകൊണ്ട് പോകുന്നത് ഗുജറാത്തികളും ഗോവയിൽ നിന്നുള്ളവനും വിയറ്റ്നാമിൽ നിന്ന് വരുന്നവനും ഫിലിപ്പൈൻസിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിലെ മീൻപിടുത്തക്കാർക്കും ട്രോളർ ഉണ്ടാക്കി കൊടുത്ത് മീൻപിടുത്തക്കാരും പോയി ട്രോളറിൽ മീൻ പിടിക്കട്ടെ. ഭയങ്കര സമരം, കേരളത്തിൽ ഭയങ്കര സമരം. ഒരുത്തനൂടെ ട്രോളർ ഉണ്ടാക്കരുത്. ഒരു ഇലക്ഷൻ മുഴുവൻ ട്രോളർ വെച്ച് ബഹളം ഉണ്ടാക്കരുത്. പകരം എന്ത് പറ്റി? കേരളത്തിൽ ട്രോളർ ഉണ്ടായില്ല. കേരളത്തിലെ മീൻപിടുത്തക്കാരൻ ട്രോളർ കിട്ടിയില്ല. ഗുജറാത്തുകാരനും ഗോവക്കാരനും വിയറ്റ്നാംകാരനും നമ്മുടെ കടലിലെ സമ്പത്ത് അടിച്ചോട്ട് പോവാണ്. നമുക്ക് വിവരമില്ല. അപ്പോൾ ആ കൂർമാവതാരത്തിൽ കടലിൽ നിന്ന് പ്രകൃതിയുടെ വിഭവങ്ങൾ കൊണ്ടുവരുന്നത് പോലെ നമുക്കിവിടെ തന്ന പ്രകൃതിയുടെ വിഭവങ്ങൾ
നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? കഷ്ടപ്പെട്ട് പാലാഴിമദനം പോലെ അധ്വാനിച്ച് മൈനിങ് നടത്തി അതിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. കേരളത്തിൽ ദൈവം ഇത്രയും അനുഗ്രഹിച്ചൊരു സ്ഥലം വേറെ ഇല്ല. കേരളത്തിൽ കഴക്കൂട്ടം തൊട്ട് ആറ്റിങ്കൽ വഴി വർക്കല വഴി പുനലൂർ കൊളത്തുപ്പുഴ വരെ ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്, വൈറ്റ് ക്ലേ. വെള്ള നമ്മുടെ വെള്ള നിറത്തിലുള്ള മണ്ണാണ് വൈറ്റ് ക്ലേ. കോട്ടൺ ആൻഡ് കിങ് എന്ന് പറഞ്ഞ 2 പേര് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. അവർ ഈ ക്ലേയെ പറ്റി പഠിച്ച ശേഷം പറഞ്ഞു അതിൻ്റെ ആകെ മൂല്യം $2 ലക്ഷം കോടി. അതിനെ വാർക്കാല ഡിപ്പോസിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വർക്കല കൂടുതലുള്ളതുകൊണ്ടാണ് ഈ വാർക്കാല ഡിപ്പോസിറ്റ്. ഈ വെള്ള ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ല. നമ്മൾ ഈ കടയിൽ ചെന്ന് വാങ്ങിക്കുന്ന മരുന്ന് ഈ വൈറ്റ് ക്ലേയുടെ ഒരു ചെറിയ സാധനത്തിനകത്തോട്ട് ഒരു തുള്ളി മരുന്ന് അങ്ങോട്ട് ഒഴിക്കും. ഈ ഒരു തുള്ളി മരുന്ന് ഈ വൈറ്റ് ക്ലേയിൽ ലയിച്ച് കഴിയുമ്പോൾ അത് ടാബ്ലറ്റായി നമുക്കങ്ങ് വിഴുങ്ങാം. ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന മരുന്ന് നിർമ്മാണശാലകൾക്ക് ഈ വൈറ്റ് ക്ലേ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് കളിമൺ പാത്രം ഉണ്ടാകണമെങ്കിൽ വൈറ്റ് ക്ലേ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് ചപ്പൽ ഉണ്ടാക്കണമെങ്കിൽ റബ്ബറിൻ്റെ ചപ്പലാണ്, അതിനകത്ത് വൈറ്റ് ക്ലേ ആണ്. 65 സാധനങ്ങൾ ഉണ്ടാക്കാൻ വൈറ്റ് ക്ലേ വേണം. കമ്പനി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. UP-കാരൻ ഒരുത്തൻ താപ്പർ ഇവിടെ വന്ന് കമ്പനി തുടങ്ങി. 40 കോടി രൂപ മുടക്കി കമ്പനി തുടങ്ങാൻ. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് എന്ന് പേരിട്ടാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ്. 40 കോടി രൂപ മുടക്കി അവൻ ഓരോ വർഷവും 4000 കോടി രൂപയുടെ സാധനം ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയി. ഇപ്പം അതിനെതിരെ സമരം ചെയ്ത് ആ കമ്പനി പൂട്ടിക്കിടക്കാൻ. ഈ വൈറ്റ് ക്ലേ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയാൽ നിങ്ങളും ഞാനും ലോകത്തിലെ ഏറ്റവും പണക്കാരായിട്ട് മാറും. ഒരു കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഒരു കമ്പനി തുടങ്ങാൻ പറ്റിയാൽ. ദൈവം നമുക്കൊന്ന് രണ്ടാമതൊരു വലിയ സാധനമുണ്ട്, ബ്ലാക്ക് സാൻഡ്, കരിമണൽ. കേരളത്തിലെ കരിമണൽ ആലപ്പുഴ കൊല്ലം ജില്ലകൾ തൊട്ടങ്ങ് തെക്ക് മണവാളക്കുറിച്ചി വരെ നീണ്ടു കിടക്കാണ്. അതിൻ്റെ ആകെ മൂല്യം 1 ലക്ഷം കോടി രൂപയാണ്. 1 ലക്ഷം കോടി രൂപ. നമ്മുടെ ഈ ക്ഷേത്രവും ഈ മേക്കാട്ട് പ്രദേശം മുഴുവൻ കരിമണലാണ്. കോടിക്കണക്കിന് രൂപയുള്ള സാധനമാണ്. ഖനനം ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. ഇവിടെ ഖനനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ അടിക്കും. ഇവിടുത്തെ കരിമണൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബ്ലാക്ക് സാൻഡ്. അപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് മതിൽ കെട്ടി ബ്ലാക്ക് സാൻഡ് എടുത്തിട്ട് പകരം ഇവിടെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിട്ട് നികത്തി ഇവിടെ കൃഷിയും പ്രകൃതിരമണീയം ഭംഗിയാക്കി മാറ്റണം. ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മണവാളക്കുറിച്ചി വരെ കിടക്കുന്ന പ്രദേശങ്ങൾ സ്വർണ്ണഖനിയാണ്. തോറിയം, ഇൽമനൈറ്റ് തുടങ്ങി, സിർക്കോണിയം തുടങ്ങി, ടൈറ്റാനിയം തുടങ്ങി 22 മൂലകങ്ങളാണ് ഈ കരിമണലുള്ളത്. അതിൽ ഈ കൊല്ലത്തെ കരിമണൽ മാത്രമുള്ള തോറിയം സെപ്പറേറ്റ് ചെയ്താൽ അടുത്ത 150 വർഷത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ കറണ്ട് ഉണ്ടാക്കാനുള്ള തോറിയുണ്ട്. ന്യൂക്ലിയർ എനർജി അടുത്ത 150 വർഷത്തേക്ക് ഇന്ത്യക്ക് മുഴുവൻ ആവശ്യമുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇവിടുത്തെ കരിമണൽ മാത്രം മതി. അത്രയും തോറി ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ടൈറ്റാനിയം മാത്രമാണ് തിരുവനന്തപുരത്തെ ടൈറ്റാനിയം ഫാക്ടറി ഈ പറയുന്ന KMML ഉപയോഗിക്കുന്നത്. ബാക്കി അവർ ഉപയോഗിക്കുന്നില്ല, അവർക്കും അവകാശമില്ല. ടൈറ്റാനിയം മാറ്റിയിട്ട് ബാക്കി അവർ കുഴിയിലിട്ട് അടച്ചവിടെ വെച്ചിരിക്കുകയാണ്. ദൈവം തന്ന എന്തോരം വലിയ അനുഗ്രഹമാണ്. ആലപ്പുഴയ്ക്കടുത്ത് പള്ളിപ്പുറം എന്ന സ്ഥലത്ത് വൈറ്റ് സാൻഡ്, വെള്ള മണൽ, 12 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതി, 1 ലക്ഷം കോടി രൂപയ്ക്കുണ്ട്. പള്ളിപ്പുറത്തെ വൈറ്റ് സാൻഡ് 99.93% പ്യൂറുള്ള സിലിക്കോണാണ്. അത്രയും പ്യൂരിറ്റിയുള്ള സിലിക്ക ലോകത്തൊരു സ്ഥലത്തുമില്ല. 1 ലക്ഷം കോടി രൂപയുടെ സാധനം എടുക്കാൻ പറ്റുമോ? അവിടെ ചെന്നാൽ അവരെ ലോറി തീ കത്തിക്കുക, അവർ തൊടാൻ പാടില്ല, അവിടെ കിടന്നോണം. കേരളത്തിലെ ചെടികളിൽ നിന്നുള്ള പച്ചില പറിച്ച് അതിനകത്ത് ആൽഫ സെപ്പറേറ്റ് ചെയ്താൽ 2 ലക്ഷം കോടി രൂപയ്ക്കുണ്ട്.
ലോകത്തിൽ ഒരുപാട് ചികിത്സയ്ക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ സാധനം. കോഴിക്കോടിനപ്പുറത്ത് 40 കിലോമീറ്റർ അപ്പുറത്ത് അയൺ ഓർ കണ്ടുപിടിച്ചു, ഇരുമ്പയിര് കണ്ടുപിടിച്ചു. കോഴിക്കോടോട്ട് വയനാട് വരെ നീണ്ടു കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണം ഇരുമ്പ് കിട്ടും അതിനകത്തുനിന്ന്. നമുക്ക് ജംഷഡ്പൂരിലെ ടാറ്റയുടെ കമ്പനിയെ പോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കോടീശ്വരാക്കാൻ പറ്റും ആ ഇരുമ്പെടുത്താൽ. തൊട്ടുപോയേക്കുന്ന സമരം അവിടെ 2 കൊല്ലയുടെ സമരം, തൊട്ടുപോയേക്കർ. അങ്ങനെ ആരും ഇവിടെ ശരിയാവണ്ട, മരയായിട്ട് കിടന്നോട്ടെ. ഞാൻ ഈ 3 ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, പാലാഴി മധുരം ചെയ്തപ്പോഴാണ് അതിനടിയിൽ നിന്ന് രത്നങ്ങൾ കിട്ടിയത്, മരതകം കിട്ടിയത്, അതിനടിയിൽ നിന്ന് ദേവി പൊങ്ങി വന്നത്, അതിനടിയിൽ നിന്ന് അമൃത് പൊങ്ങി വന്നത്. നമ്മൾ 64,000 ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പാലാഴി മധുരത്തിൽ നിന്ന് കിട്ടിയത് എത്രയോ വലിയ കാര്യം. അപ്പം നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ മനസ്സിലാക്കി ഈശ്വരൻ നമുക്ക് ഈ പ്രകൃതിയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുപയോഗിക്കണം. അതാണ് പാലാഴി മദനത്തിൻ്റെ കഥയിൽ 2ാമത്തെ അവതാരത്തിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എങ്ങനെ കോടീശ്വരന്മാരാവണം എന്നുള്ള കഥ ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നു. 3ാമത്തെ അവതാരം വരാഹ. ന്യൂട്ടൻ്റെ നമ്മുടെ ഡാർവിൻ്റെ കഥയിൽ പറയുന്ന കരയിൽ മാത്രം ജീവിക്കുന്ന ജീവി. കടലിൽ മനുഷ്യൻ ജീവൻ ഉണ്ടായി, കരയിലും ജീവിക്കുന്ന ആമയുണ്ടായി, പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവി. ആ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ് വരാഹം, പന്നി. വൃത്തികെട്ട ഒരു മൃഗമാണ്. പക്ഷേ ആ വരാഹത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. മറ്റെല്ലാ മൃഗങ്ങളും ആക്രമിക്കുമ്പോൾ നേരെ ആക്രമിക്കും. നേരെ വന്ന് പാമ്പ് ഒന്ന് നേരെ കൊത്തും, ആന വന്ന് നേരെ കുത്തും, ഫ്രണ്ടിൽ അറ്റാക്ക്. പന്നിയോ, പന്നി ആക്രമിക്കാൻ തന്നെ ആദ്യം തല കുനിക്കും. തല കുനിച്ചിട്ട് അവൻ്റെ തേറ്റ കൊണ്ടുവന്ന് ഒറ്റ കുത്താണ് മേപ്പോട്ട്. അപ്പോൾ നമ്മളൊരാളിനെ ആക്രമിക്കുമ്പോൾ ആദ്യം പന്നിയിൽ നിന്ന് പഠിക്കുന്ന പാട്ടാണ്, ആദ്യം തല കുനിക്കുക, വിനയം വന്നിട്ടാണ് തേറ്റ കൊണ്ടൊരൊറ്റ കുത്ത്. ഈ പന്നി അഴുക്കിൻ്റെ മൃഗമായിട്ട് നമ്മൾ ശപിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ആ പന്നി ലോകത്തിൽ അഴുക്കിനെ തിന്നു തീർക്കുന്നൊരു മൃഗമാണ്. നമ്മൾ ഈ ലോകത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട 2 മൃഗമാണ്. ഒന്ന് കാക്ക. കാക്ക എന്ന് പറഞ്ഞതൊരു വരവ് വന്നാലുണ്ടല്ലോ, ആ ദേശത്തുള്ള അഴുക്ക് മുഴുവൻ ആ കാക്ക തിന്നും. നമ്മുടെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യും, നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. 2 പന്നി, അവൻ ഈ വേസ്റ്റിനെ മുഴുവൻ ഡിസ്പോസ് ചെയ്യും. 3ാമത്തെ കഴുകൻ. വേസ്റ്റോ ഡെഡ് ബോഡി എവിടെ ഉണ്ടെങ്കിലും കഴുകുമ്പോൾ നമുക്ക് തിന്നോട്ട് പോകും. അപ്പോൾ ഈ വേസ്റ്റ് ലോകത്തെ നശിപ്പിക്കുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? വേസ്റ്റ് ഡിസ്പോസൽ. തിരുവനന്തപുരം പട്ടണത്തിൽ 350 ടൺ വേസ്റ്റാണ് പെർ ഡേ. എറണാകുളത്ത് 350 ടണ്ണ്. അതുകൊണ്ട് ഒരിടത്തിട്ടിട്ട് കോൺട്രാക്ടർ ഇടയ്ക്കിടയ്ക്ക് തീ കൊടുക്കും. അതിൻ്റെ പുക ഒന്ന് എറണാകുളം പട്ടണം മുഴുവൻ ചുമയും തുമ്മലുമാണ്. ഞാൻ ജയിൽ DGP ആയിരുന്നു. ഞാൻ പണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ജയിൽ DGP ആയിരുന്നപ്പോഴാണ്. അന്നൊരിക്കൽ ഞാൻ കണ്ണൂർ ചെന്നപ്പോൾ ഭയങ്കര ഒരു പ്രകടനം എന്താണ്? കണ്ണൂർ മുഴുവൻ വേസ്റ്റ് കൊണ്ട് നിറയുന്നു, അതാണ് ഇതാണ്. മുനിസിപ്പൽ ചെയർമാനെതിരെ ഭയങ്കര പ്രകടനം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വണ്ടി വിട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെ ഓഫീസിൽ ചെന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പ്രകടനം നടത്തിയ വേസ്റ്റ് ഇല്ലാതാവുമോ? അയാൾ ചോദിച്ചു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഒരു 8 മെഷീൻ വാങ്ങിച്ചു, സെൻട്രൽ ജയിലിൽ കൊണ്ടുവച്ചു. കണ്ണൂർ പട്ടണത്തിലുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് മുഴുവൻ സെപ്പറേറ്റ് ചെയ്യുക. വേസ്റ്റ് അവിടെ ഇടാൻ ഡപ്പ ഉണ്ടാക്കും. ആ വേസ്റ്റ് ഇഞ്ഞ് കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്തു ഇതിനകത്തിട്ട് പൊടിച്ചിട്ട് പ്ലാസ്റ്റിക് കമ്പനി കൊടുത്തു. എനിക്കൊരു കൊല്ലം 16 ലക്ഷം രൂപ അതിനകത്ത് വരുമാനം കിട്ടി. കണ്ണൂർ തളിപ്പറമ്പ് അവിടെയൊക്കെ എസ്റ്റേറ്റ് ഉണ്ട്, വളമിടാൻ പറ്റത്തില്ല, വളത്തിന് ഭയങ്കര വില. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ മനൂറൊന്നും വാങ്ങിക്കണ്ട, ഒരു ലോറി ബയോളജിക്കൽ വേസ്റ്റ് ചെയ്യാൻ തരാം, 6000 രൂപ. എസ്റ്റേറ്റുകാർക്ക് ഭയങ്കര സന്തോഷം. പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഫുഡിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ബയോളജിക്കൽ വേസ്റ്റ്, അത് ഭയങ്കര വളമാണ്. എന്താണ് ഈ വേസ്റ്റ്? ഇംഗ്ലീഷിൽ പ്രസ്തുത ഡെഫിനിഷൻ, വേസ്റ്റ് ഈസ് മാറ്റർ പ്ലേസ്ഡ് ഇൻ ദ റോങ് പ്ലേസ്. വെക്കേണ്ട സാധനത്ത് അല്ലാതെ ഒരു സാധനം വെക്കുമ്പോഴാണ് വേസ്റ്റ് ആവുന്നത്. ഈ വേസ്റ്റ് നമ്മൾ കരുതുന്ന ഹോട്ടലിലെ വേസ്റ്റ് പട്ടികൾക്ക് നല്ലതാണ്. എസ്റ്റേറ്റിൽ കൊണ്ടിട്ടാൽ ഉണ്ടല്ലോ, റബ്ബറിന് ഭയങ്കര വളമാണ്, കുരുമുളകിനും മുളകിനൊക്കെ ഭയങ്കര വളമാണ്.
പിന്നെ ഈ വേസ്റ്റിനകത്തുള്ള മെറ്റൽ മുഴുവൻ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. നിക്കൽ വേണ്ട കമ്പനിക്ക് നിക്കൽ അയച്ചു കൊടുക്കും, അയൺ വേണ്ട കമ്പനിക്ക് അയൺ അയച്ചു കൊടുക്കും, കോപ്പർ ഉള്ളതിന് കോപ്പർ അയച്ചു കൊടുക്കും. ഏത് മെറ്റൽ ഏത് കമ്പനിക്ക് ആവശ്യമാണോ അവർക്ക് അയച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം കൂടെ എടുത്തിട്ട് കമ്പ്യൂട്ടർ കമ്പനിക്ക് അയച്ചു കൊടുത്തു റീസൈക്കിൾ ചെയ്യാൻ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ പട്ടണത്തിൽ വേസ്റ്റ് പ്രോബ്ലം ഇല്ല, തലശ്ശേരി പ്രശ്നത്തിൽ വേസ്റ്റ് പ്രോബ്ലം ഇല്ല. സെൻട്രൽ ജയിലിന് ഇപ്പോൾ കിട്ടുന്നത് 1.5 കോടി രൂപയാണ് ഒരു ആണ്ടിലെ വരുമാനം. കാര്യം അവിടെ തടവുപുള്ളികളുണ്ട് ഇത് ചെയ്യാൻ, കൂലി കൊടുക്കാതെ ചെയ്യിക്കാം. 1.5 കോടി രൂപ. അവിടെ തടവുപുള്ളിക്ക് 32 രൂപയായിരുന്നു കൂലി, ഞാനത് 200 രൂപയാക്കി. അവൻ്റെ കൂലി 6 ഇരട്ടിയായി. 200 അവർക്ക് കൂലി കിട്ടിയപ്പോൾ അവർക്ക് ഓരോ മാസവും 5000 രൂപ തടവുകാരൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാണ് വീട്ടിൽ ചെലവിന്. മറ്റേത് കൂലി ചെയ്യുന്ന ഭർത്താവും ജയിലായി, ഭാര്യ ഒരു വരുമാനവും ഇല്ല, എങ്ങനെ ജീവിക്കും? ഇത് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനകത്തും തടവുകാരൻ 200 രൂപ കിട്ടിയപ്പോൾ അവൻ അധികം കിട്ടിയ 180 രൂപ, 32 രൂപ കൂലിയുള്ളവനാണ്. അതവന് ബീഡി വലിച്ചു കഴിയുമ്പോഴേ തീരും. അവൻ വീട്ടിൽ 5000 രൂപ അയച്ചു കൊടുക്കാനായി. അപ്പം ഇതാണ് വേസ്റ്റ് ഡിസ്പോസൽ. ഈ വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെ ചെയ്യണം നമ്മളെ പഠിപ്പിക്കുന്ന മൃഗമാണ് വരാഹ, പന്നി. ആ പന്നിയാണ് നഷ്ടപ്പെട്ടു പോയ വേദഗ്രന്ഥങ്ങളെ കൊണ്ട് കടലിനടിയിൽ ഒളിച്ചു വച്ചു. അവൻ്റെ അവിടെ ചെന്നിട്ട് ഒറ്റ പൊക്ക്, ഭൂമി ഇഞ്ഞ് പൊക്കി വരാഹ പുറത്തു കൊണ്ടുവന്നു, ഗ്രന്ഥങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ നമ്മളിന്ന് വേദിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ പുറത്തു കൊണ്ട് തന്നത് ഈ പന്നിയാണ്. ഇന്ന് ലോകത്തെവിടെയെങ്കിലും പോയാൽ സ്വർണത്തെ വിളിക്കുന്ന പേരെന്താണ്? വരാഹൻ. അറബി കുവൈറ്റിലോ സൗദി അറേബ്യയിലോ പോയാൽ സ്വർണത്തെ വിളിക്കുന്നവർ വരാഹൻ. എങ്ങനെയാണ് ഈ വരാഹൻ എന്ന പേര് വന്നത്? രാഷ്ട്രകൂട രാജവംശം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര, കർണാടക ആ സ്ഥലത്തൊക്കെ ഭരിച്ചത് രാജവംശമാണ്. അവരുടെ ദേവൻ വരാഹാവതാരമാണ്. അവിടുത്തെ പ്രസിദ്ധമായ വരാഹക്ഷേത്രത്തിലാണ് രാജാവ് പോയി കിരീടമൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് അവർ സ്വർണ്ണ നാണയം ഇറക്കിയപ്പം അതിൻ്റെ ഒരു സൈഡിൽ രാജാവിൻ്റെ തല, മറ്റേ സൈഡിൽ പന്നിയുടെ പടം. കാര്യം വരാഹാവതാരമാണ് അവരുടെ ആരാധനാമൂർത്തി. അപ്പോൾ ഈ വരാഹത്തിൻ്റെ പടമുള്ളതായതുകൊണ്ട് സ്വർണ്ണനാണയത്തെ വിളിച്ച പേരാണ് വരാഹൻ. അറബികൾ വിചാരിച്ചു ഈ സ്വർണത്തിൻ്റെ പേരാണ് വരാഹനെന്ന്. അങ്ങനെ അറബി ദേശത്തും ലോകത്തെവിടെയും സ്വർണം ഇന്നറിയപ്പെടുന്നത് വരാഹൻ, പന്നിയുടെ പടമുള്ള നാണയം. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു മൃഗമാണ് ഈ പന്നി കേട്ടോ. പക്ഷെ അവർ സ്വർണത്തെ വിളിക്കുന്ന പേര് ഈ പന്നിയുടെ പേര് ചേർത്ത വരാഹൻ. അപ്പോൾ വേസ്റ്റിൻ്റെ പ്രൊഡക്റ്റായിരുന്ന ഒരു വരാഹം ഇന്ന് സ്വർണത്തിൻ്റെ പേരായി മാറി. നമ്മൾ വേസ്റ്റിൽ നിന്ന് സ്വർണം ഉണ്ടാക്കാം. പന്നി ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ, വേദങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന രക്ഷകനായി മാറി വരാഹം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട. മനുഷ്യൻ പോയി മുങ്ങി അതെടുത്തുകൊണ്ട് വരാൻ പറ്റുമായിരുന്നോ? ഇല്ല. മുങ്ങിത്തപ്പാൻ കഴിയുന്ന മൃഗം പോയതുകൊണ്ടാണ് അത് പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഇന്ന് അതിൻ്റെ സുഖം അനുഭവിക്കുന്നത്. വരാഹവും പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ കൃത്യമായി മനസ്സിലാക്കണം. വരാഹം ചെയ്യുന്ന വേസ്റ്റ് ഡിസ്പോസൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ചെയ്യണം, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ഈ ചവറദേശത്തുള്ള വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വളരെ ശ്രദ്ധേയമായി നമ്മൾ വരാഹം ചെയ്യുന്ന പോലെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒന്ന് താന്നു കൊടുത്ത ശേഷം ഒറ്റ പൊക്കമൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ഇടപാട് തീർന്നു പോകും. ഇത് ശ്രദ്ധേയമായ പാഠം. നാലാമത്തെ അവതാരം നരസിംഹം. കരയിൽ മാത്രം ജീവിക്കുന്ന ജീവി കഴിഞ്ഞാൽ ഡാർവിൻ പറഞ്ഞു മനുഷ്യനും മൃഗവും മിക്സ് ചെയ്യുന്ന ജീവികളുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നരസിംഹം. ഈ നരസിംഹം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരങ്ങളൊന്നായിരുന്നു തുർക്കിയിലുള്ള കരാഹൻ ടെപ്പെ തുടങ്ങിയ 4 ടെപ്പകൾ കണ്ടെത്തിയിട്ടുണ്ട്. കരാഹൻ ടെപ്പ ഏതാണ്ട് 8000 BC, 10,000 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. ഗോബക്കി ടെപ്പി 8,000 കൊല്ലം പഴക്കമുള്ളതാണ്. ഈ 2 സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ദേവസങ്കല്പം നരസിംഹമായിരുന്നു. ആ 8,000 കൊല്ലം പഴക്കമുള്ളതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന നരസിംഹ വിഗ്രഹമുണ്ട്, നരസിംഹ പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞാൽ
അവിടുത്തെ ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ് സ്ഫിങ്സ്. 66 അടി പൊക്കമുള്ള ഒരു വിഗ്രഹമാണ്. അതിൻ്റെ മുഖം രാജാവിൻ്റേതാണ്. രാജാവിൻ്റെ മുഖം, മനുഷ്യൻ്റെ മുഖം, ശരീരം മുഴുവൻ സിംഹമാണ്, സ്ഫിങ്സ്. അപ്പോൾ മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു നരസിംഹമാണ് ഈ ഈജിപ്തുകാരുടെ സ്ഫിങ്സ്. അവിടെ നമ്മൾ കറങ്ങി ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും വരുമ്പോൾ അവിടെ സിംഹനരൻ, സിംഹവും മനുഷ്യനും ചേരുന്ന സിംഹനരൻ, അഫ്ഗാനിസ്ഥാനിലും ഇറാനിലെയും പ്രസിദ്ധമായ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിനകത്തുള്ളതാണ് സിംഹനരൻ. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സിംഹനരൻ. പക്ഷേ ഈ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ, നമ്മുടെ ഭാഗവത്തിലെത്തിയപ്പോൾ അത് നരസിംഹമായി. തല സിംഹത്തിൻ്റെയും ഉടല് മനുഷ്യൻ്റേതുമായി. അപ്പോൾ ഈജിപ്തിലും ഇറാനിലും ഗോബക്ക് ടപ്പയിലും കരാഹൻ ടപ്പയിലും ഒക്കെ 8000 കൊല്ലമായി മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരാൾ, സിംഹനരൻ. പക്ഷെ അതേ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഹിന്ദുമതം അത് നരസിംഹമാക്കി മാറ്റി. തല സിംഹത്തിൻ്റെയും ഉടൽ മനുഷ്യൻ്റെയും. ഈ നരസിംഹമാണ് ഹിരണ്യകശിപുവിനെ പരാജയപ്പെടുത്തുന്നത്. ഹിരണ്യകശിപുവിൻ്റെ മകൻ, എല്ലാവരും തന്നെ ദൈവം ആരാധിക്കണമെന്ന് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ അതിനെതിരെ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന് തീരെ ഇഷ്ടപ്പെടില്ല. അച്ഛൻ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രഹ്ലാദൻ എങ്ങനെയാണ് നാരായണനെന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു വീണത്? പുരാണത്തിൽ അതിന് കഥ പറയുന്നുണ്ട്. ഹിരണ്യകശിപു എല്ലാവരും ഹിരണ്യായ നമ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? അയാളുടെ ഭാര്യ കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ പോലെ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതുവിനെ ദേവന്മാർ തട്ടിക്കൊണ്ടുപോയി നാരദൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. നാരദൻ്റെ വീട്ടിൽ എപ്പോഴും നാരായണനമ എന്ന് സ്തോത്രം പുതുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗർഭത്തിൽ കിടക്കുന്ന പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. അങ്ങനെ ജനിച്ച് വീണപ്പോൾ പ്രഹ്ലാദൻ നാരായണനമ എന്ന് പറഞ്ഞു എന്നാണ് പുരാണം. സ്ത്രീകൾ ഗർഭിണിയാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് കുട്ടിയെ സ്വാധീനിക്കുന്നു ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന പ്രസിദ്ധമായ ഗവേഷണത്തിൽ ചില ഗർഭിണികൾ കിടക്കുന്ന മുറിയിലോട്ട് ചതുര ഷേപ്പിൽ ഓരോ ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഓരോ തരം പാട്ട് വെച്ചോണ്ടിരുന്നു. സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞ് വയറ്റിൽ കിടന്നപ്പോൾ അവിടെ വെച്ച പാട്ടാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ കുട്ടി കരച്ചിൽ നിർത്തും. പണ്ടൊക്കെ ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുട്ടി ശ്രദ്ധിക്കും, കരച്ചിൽ നിർത്തും. വേറെ പാട്ട് വെച്ചാൽ കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. ശാസ്ത്രം കണ്ടെത്തി അമ്മമാരുടെ ഗർഭത്തിലിരിക്കുമ്പോൾ കുട്ടികൾ പാട്ട് കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു, തിരിച്ചറിയുന്നു. മൊസാർട്ട് എന്ന വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞനുണ്ട്. ആ സംഗീതജ്ഞൻ 6 വയസ്സായപ്പോൾ പാട്ടുകൾ രചിക്കാൻ തുടങ്ങി. 36 വയസ്സായപ്പോഴേക്കും 6000-ഓളം ഗാനങ്ങൾ രചിച്ചു മൊസാർട്ട് പറയുന്നു, ഞാൻ സംഗീതജ്ഞനാവാനുള്ള കാരണം ഞാൻ വയറ്റിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രൽ സംഗീതം പഠിക്കുന്ന കൊയർ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. ഞാൻ വയറ്റിൽ കിടക്കുമ്പോൾ അമ്മ പാടിപ്പഠിച്ച പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ സംഗീതജ്ഞനായത്. അപ്പോൾ ഗർഭത്തിൽ കിടന്നുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നു എന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അമ്മയുടെ വയറ്റിൽ കുട്ടി കിടക്കുമ്പോൾ അപ്പൻ തന്തയില്ലാത്ത മോനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭാര്യയെ ചീത്ത വിളിക്കുകയാണെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആ ചീത്ത മുഴുവൻ പഠിക്കും. അവൻ പിൽക്കാലത്ത് അപ്പൻ്റെക്കാൾ സൂപ്പർലെറ്റീവ് ചീത്തകൾ വിളിക്കും. അതാണ് ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മ എന്ത് കേൾക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഗർഭത്തിലിരുന്നുകൊണ്ട് അഭിമന്യു ചക്രവ്യൂഹം പൊടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാനും ചക്രവ്യൂഹം എങ്ങനെ പൊളിക്കണം. കുറച്ച് കഴിഞ്ഞ് അർജുനൻ ഉറങ്ങുന്ന കാണുന്നു. ഭഗവാൻ ശ്രദ്ധിച്ച് ഇവിടുന്ന് മുകളിൽ വരുന്നേ നോക്കിയപ്പോൾ
പെങ്ങടെ വയറ്റിൽ നിന്ന് മൂളൽ വരികയാണ്, സുഭദ്രയുടെ വയറ്റിൽ നിന്ന് മൂളൽ വരികയാണ്. ഭഗവാൻ പറഞ്ഞു, നീ ഇത്രയും പഠിച്ചാൽ തരാ, ഈ പ്രായത്തിന് ഗർഭത്തിൽ കിടന്ന് ഇത്രയും പഠിച്ചാൽ മതി. പടത്തിൽ നിർത്തി. അപ്പോൾ ചക്രവ്യൂഹം പൊളിച്ച് അകത്ത് കടന്ന് അഭിമന്യു പഠിച്ചു, പക്ഷെ തിരിച്ച് പൊളിച്ച് പുറത്തിറങ്ങാൻ പഠിച്ചില്ല. അതുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അഷ്ടാവക്രൻ വയറ്റിൽ കിടക്കുമ്പോൾ അച്ഛൻ മന്ത്രം ചൊല്ലി, അത് കുട്ടി വയറ്റിൽ കിടന്ന് പഠിച്ചു. ഇടയ്ക്ക് അച്ഛൻ ഇച്ചിരി ഉറക്കപ്പാതയിൽ മന്ത്രം തെറ്റിപ്പോയി. വയറ്റിൽ കിടന്ന് കുട്ടി വിളിച്ചു പറഞ്ഞു, അപ്പം പാടം തെറ്റാ കേട്ടോ, ഇങ്ങനെയാണ് പാടേണ്ടത്. അപ്പന് ദേഷ്യം വന്നു. സന്യാസിയാ. പെണ്ണുമ്പിള്ളയുടെ വയറ്റത്ത് തൊഴിയും കൊടുത്തു, ഗർഭിണിയുടെ വയറ്റത്ത്. എപ്പോഴും കാണുകയാണെങ്കിൽ 7 കൊല്ലം ജയിലിൽ പോയതിനാണ്. ആ തൊഴിയിൽ വയറ്റിൽ കിടന്ന കുഞ്ഞിന് 8 വളവുണ്ടായി, അഷ്ടാവക്രനായി മാറി. അപ്പം ഗർഭത്തിൽ കിടന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാഗവത് നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് പ്രഹ്ലാദൻ വയറ്റിൽ കിടന്നുകൊണ്ട് നാരായണൻ വന്ന് പറയാൻ പഠിച്ചത് നമ്മളോട് പറഞ്ഞു തരികയാണ്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കിയ പാഠം, അവസാനം പ്രഹ്ലാദനെ ഹിരണ്യകശിപു നേരിട്ട് കൊണ്ടുപോകും. എവിടാ നിന്റെ ദൈവം? കാണിച്ചാടാ നിന്റെ ദൈവം. പ്രഹ്ലാദൻ പ്രസിദ്ധമായ ഭാഗവത്തിലെ പ്രഹ്ലാദ സ്തുതി പറയുകയാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ഈശ്വരൻ സർവ്വവ്യാപിയാണ്, അല്ല അമ്പലത്തിലെ വിഗ്രഹത്തിനകത്തല്ല ദൈവം ഇരിക്കുന്നത്. ആ കല്ലിലോ കളിമണ്ണിലോ അല്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ്റെ തോന്നൽ നമ്മളിലേക്ക് വരുത്താൻ വേണ്ടി ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇത് പ്രഹ്ലാദൻ നമ്മളോട് പറയുകയാണ്. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കേരളത്തിൽ ജനിച്ച ഏറ്റവും മഹാനായ മനുഷ്യനാണ് ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ ശേഷം ക്ഷേത്രത്തിൽ ചെന്നു. ശിവലിംഗത്തിന് ചുറ്റും അദ്ദേഹം പ്രശ്നം വെച്ചു. എന്നിട്ട് മാപ്പി ചോദിച്ചു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരമശിവനെ അങ്ങ് ഈ ശിവലിംഗത്തിലാണെന്ന് വിചാരിച്ച് നിന്നെ പ്രശ്നം ചെയ്തതിൻ്റെ മൗഢ്യം എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം ഇറങ്ങിയ ക്ഷേത്രത്തിന് ചുറ്റും പ്രദർശനം ചെയ്തു. തിരിച്ചു വന്നു, ഭഗവാനെ, പ്രപഞ്ചം മുഴുവൻ നിന്നിരിക്കുന്ന ഈ പരമശിവ മഹാദേവ, അങ്ങ് ഈ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുകയെന്ന് വിചാരിച്ച് ഞാനിതിനെ പ്രദർശനം ചെയ്തു, എൻ്റെ വിഡ്ഢിത്തം നീ ക്ഷമിക്കണം. 9 മാപ്പാണ് ചോദിക്കുന്നത്. ഈ വലിയ തത്വം പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ അവിടെ നരസിംഹം, പ്രകൃതിയിൽ ഒരു മനുഷ്യന് ഒരേ സമയം ഈശ്വരനുമാണ് പിശാചുമാണ്. അവനിലെ ദൈവസങ്കല്പത്തെ വളർത്തിയെടുക്കാം, അവൻ്റെ പിശാചിനെ വളർത്തിയെടുക്കാം. നിങ്ങൾ കേരളത്തിൽ പ്രസിദ്ധമായൊരു സിനിമ കണ്ടിട്ടുണ്ടാവും, ദേവാസുരം. മോഹൻലാൽ അഭിനയിക്കുന്നൊരു സിനിമയാണ്. ഒരേ സമയം ഈ മനുഷ്യനിൽ ദേവൻ്റെ സ്വഭാവമുണ്ട്, അസുരൻ്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ദേവാസുരം. നമ്മൾക്ക് ജനിക്കുന്ന ഓരോ കുട്ടിയും ഒരേ സമയം 2 ഗുണങ്ങളുമുണ്ട്, ഗുണവുമുണ്ട്, ദോഷമുണ്ട്. അവൻ്റെ നന്മയെ പരിപോഷിപ്പിച്ചാൽ അവൻ ലോകത്തിന് ഐശ്വര്യമുള്ളവനായിത്തീരും. അവൻ്റെ തിന്മയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ അവൻ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ നമ്പർ 1 മാറിപ്പോകും. വളർത്തു ദോഷം ഉണ്ടാവരുത്. അവിടെയാണ് നരസിംഹ സങ്കല്പം. ഒരേ സമയം സിംഹത്തിൻ്റെ സ്വഭാവം കാണിക്കും, മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും. ഒരേ സമയം മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കും, മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ മനുഷ്യനിലെ മനുഷ്യത്വം വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. ആ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. നരസിംഹാവതാരം, നരസിംഹം പ്രകൃതിയുടെ സ്വഭാവമാണ്. മൃഗീയ സ്വഭാവവും മനുഷ്യൻ്റെ സ്വഭാവം ഒരേ സമയം ഒരു മനുഷ്യനുണ്ട്. നമ്മെ പഠിപ്പിക്കുകയാണ് നരസിംഹാവതാരം. പ്രകൃതിയെ മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞിരിക്കണം. മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം. അത് കഴിഞ്ഞാൽ പിന്നെ വാമനാവതാരമാണ്. ഓണത്തിൻ്റെ കഥയിൽ 2 മാസം നമ്മൾ പറഞ്ഞു, വാമനം വന്ന് മഹാബലിയെ ചതിച്ച് കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ കഥ. മഹാബലിക്ക് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ മഹാബലി ഭരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലെ നർമ്മദ തീരത്തിൻ്റെ വടക്ക് ഭാഗത്താണ് മഹാബലി യാഗം നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ രൂപത്തിലൊരു 600 കോടി രൂപ മുടക്കി ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ കെട്ടിടത്തിൻ്റെ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് മഹാബലി യാഗം ചെയ്ത തറ. ഞാനവിടെ പോയിട്ടുണ്ട്. ഈ മഹാബലി യാഗം ചെയ്ത തറ. മഹാരാഷ്ട്രക്കാർ കേരളത്തിലേക്ക് വന്നപ്പോൾ
ഈ കഥയും കൊണ്ട് ഇങ്ങോട്ട് വന്നു 8-ാം നൂറ്റാണ്ടിൽ. അങ്ങനെയാണ് ഈ കഥ നമ്മുടെ സ്ഥലത്തെത്തുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? തെക്കൻ കേരളം ഭരിച്ചിരുന്ന മാവേലി രാജവംശമായിരുന്നു, ബുദ്ധമത രാജവംശമായിരുന്നു. മാവേലിയുടെ കരയായതുകൊണ്ടാണ് മാവേലിക്കര എന്ന് വിളിക്കുന്നത്. അവിടെയായിരുന്നു ഇതിന് തലസ്ഥാനം. ഈ മാവേലി രാജവംശത്തിലെ അവസാനത്തെ രാജാവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് വാമന പരശുരാമൻ പരാജയപ്പെടുത്തി. ആ കഥയിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കേരളം മഹാബലി ഭരിച്ചെന്നും വാമനൻ ചവിട്ടിത്താത്തെന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്ന കഥക്കകത്ത് മഹാബലിയെ ചവിട്ടി പാതാളത്തിലാക്കിയില്ല. മലയാളിക്ക് ഈ വല്ലവരൊക്കെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്ന വലിയ രസമാണ്. അങ്ങനെയാണ് ഈ ഭാഗവതത്തിൽ പറയുന്ന കഥയുടെ അവസാന സെൻറ്റൻസ് മാറ്റി 3ാമത്തെ കാല് വെക്കാൻ തന്നെ സ്ഥലമില്ലാത്തപ്പോൾ തല കാണിച്ചു കൊടുത്തെന്നും ചവിട്ടി താത്തെന്നും ഒരു കഥയാക്കി മാറ്റിക്കളഞ്ഞു. പുരാണത്തിൽ പറയുന്ന കഥ എന്താണ്? മഹാബലി നല്ല രാജാവായിരുന്നു, രാജ്യത്തെ ഭംഗിയായിട്ട് സംരക്ഷിച്ചു, ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ നടപ്പാക്കിയത്. പക്ഷെ ഇതിന് ഒരു സ്വഭാവം, അഹങ്കാരം. ഞാൻ അത് ചെയ്തു, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണെന്നൊക്കെ ഒരു അഹങ്കാരം. അത് ശമിപ്പിക്കാൻ വേണ്ടി വാമനൻ വന്ന് 3 അടി മണ്ണ് ചോദിച്ചു. 2 അടി കൊണ്ട് ലോകവും സ്വർഗവും ഒക്കെ വാമനൻ അളന്നു. ഈ കഥ ഒരർത്ഥമില്ലാത്ത കഥയാണ്. പരന്ന കാലുകൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? ആകാശം എന്ന് പറയുന്നത് ഉരുണ്ട ഭൂഗോളത്തിന് ചുറ്റുമുള്ളതാണ്. 360 ഡിഗ്രി ഉള്ളൊരാകാശത്തെ പരന്ന കാലുകൊണ്ട് അളക്കാൻ പറ്റുമോ? ഇല്ല. കഥ ഫൂളിഷാണ്. അതുപോട്ടെ, നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ട പാഠം ഞാൻ പറയുകയാണ്. അപ്പോൾ അത് പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വാമനൻ പറഞ്ഞു, മഹാബലി, നീ നല്ലൊരു രാജാവാണ്, പക്ഷെ നിനക്ക് അഹങ്കാരമുണ്ട്, അത് ശമിപ്പിക്കാൻ ഞാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നീ അടുത്ത 36 കൊല്ലം ഈ രാജ്യം ഭരിക്കുക. അങ്ങനെ മഹാബലിക്ക് രാജ്യം തിരിച്ചു കൊടുത്തു. മഹാബലി രാജ്യം 36 കൊല്ലം ഭംഗിയായിട്ട് ഭരിച്ച ശേഷം അദ്ദേഹം സുതലത്തിലേക്ക് പോയി. അതലം വിതലം സുതലം തുടങ്ങി 7 ലോകങ്ങളാണ്. ആ സുതലത്തിൽ പോയി. ആ സുതലത്തിൽ വാമനൻ മഹാബലിക്ക് കാവൽ നിൽക്കുന്നു. ഇതാണ് പുരാണത്തിലെ കഥ. ആ പുരാണ കഥയെ വളച്ചൊടിച്ച് 3ാമത്തെ കാലമൊക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് തല കാണിച്ചു കൊടുത്തു, തലയെ ചവിട്ടി എന്നൊക്കെ ആക്കി. മലയാളിയുടെ ആ ചവിട്ടിത്താക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി കഥക്കകത്ത് കയറ്റിക്കളഞ്ഞു. അത് പോട്ടെ. അപ്പം നമ്മളെന്താണ് ഈ പ്രകൃതിയിൽ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ഈ ലോകത്തിലെ ഭൂമി ആരുടെയും സ്വത്തല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമി അങ്ങനെയാണ് നിൽക്കും. അപ്പോൾ ഒരു മനുഷ്യൻ എന്തോ വേണ്ടി ഈ ഭൂമിയിൽ? അവൻ 6 അടി മണ്ണ് വേണം സംസ്കരിക്കപ്പെടാൻ, കുഴിച്ചിടാൻ. പക്ഷെ ഹിന്ദുക്കൾ ഈ ലോകത്തിന് കൊടുത്ത വലിയൊരു കാര്യമാണ് ഈ കുഴിച്ചിടൽ പരിപാടി വേണ്ടാന്ന് ഹിന്ദുക്കൾ തീരുമാനിച്ചു. അഗ്നിയിൽ വെക്കുക, ഹോമിക്കുക. മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ ഒരു അഗ്നിനാളം അവനെ കാണിക്കും. അവൻ കല്യാണം കഴിക്കാൻ നേരം ഒരു നിലവിളക്ക് കൊളുത്തി അതിന് ചുറ്റും 3 തവണ കൈക്ക് പിടിച്ച് വരനും വധുവും കൂടെ ഇങ്ങനെ ചുറ്റും. അതാണ് കല്യാണം. അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കുക. അങ്ങനെ വിവാഹം കഴിക്കുന്നതിനകത്തുനിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പോലും വാക്കുണ്ടായത്. അങ്ങനെ വരൻ വധുവിൻ്റെ കൈക്ക് പിടിച്ച് നടക്കുന്നതാണ് ഹസ്തബന്ധ എന്ന് വിളിച്ച്. ഹസ്തബന്ധ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഹസ്ബൻഡ് എന്നായത്. ഹസ്ബൻഡ് മറ്റൊരാളുടെ കയ്യിലേക്ക് കൈ കൊടുക്കുന്ന സ്ത്രീ. അതുകൊണ്ടാണ് ബ്രഡസ്ത എന്ന് സംസ്കൃതത്തിൽ വിളിച്ചത്. ഈ ബ്രഡസ്ത എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ബ്രൈഡ് എന്നായത്. ബ്രൈഡ്. അപ്പം അങ്ങനെ വിവാഹം കഴിക്കും. ഈ വിവാഹം കഴിക്കുന്ന ഫംഗ്ഷൻ കഴിഞ്ഞ് മരിക്കുമ്പോൾ ശരീരം അഗ്നിയിലോട്ട് വെച്ചിട്ട് അതിനെ ഭസ്മമാക്കും. എന്നിട്ട് അതിനെ പ്രകൃതിയിൽ ഒഴുക്കി അങ്ങ് വിടും. ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചു, ശിഷ്യന്മാരെ, അങ്ങ് മരിക്കുമ്പോൾ എന്ത് ചെയ്യണം അങ്ങയുടെ ശരീരം? മഹാനായ ഗുരുദേവൻ പറഞ്ഞു, 5 വെട്ടിക്കീറി 5 വാഴയുടെ ചോട്ടി വളമായിട്ട് ഇട്ടേക്കാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ. ശരീരത്തിന് യാതൊരു വിലയില്ല. ഹിന്ദു മത ലോകത്തിന് ഇത് ഏറ്റവും വലിയ ഗുണമാണ്. മനുഷ്യനെ പെട്ടിക്കകത്താക്കി സംസ്കരിച്ച് കല്ലറ ഉണ്ടാക്കണ്ട എന്നുള്ള നിയമം. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളെ സംസ്കരിക്കുന്ന 140 കോടി ശവപ്പെട്ടി വേണം. ഒരു മരം വെട്ടണം ഒരു ശവപ്പെട്ടി ഉണ്ടാക്കണമെങ്കിൽ. ഒരു മരം അതോടുകൂടി പോയി ഓരോരുത്തരും 6 അടി നീളം 3 അടി വീതി കല്ലറ ഉണ്ടാക്കണമെങ്കിൽ 140 കോടി കല്ലറ ഉണ്ടാക്കിയിരുന്നെങ്കിൽ
ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ഇപ്പോൾ ഈ കഴിഞ്ഞ 500 കൊല്ലം കൊണ്ട് മരിച്ചവനെല്ലാം കൊണ്ട് കല്ലറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പിന്നെ സ്ഥലം ബാക്കി ഉണ്ടാവുമായിരുന്നു? ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ കുറേ എണ്ണേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ എത്ര സ്ഥലമായിപ്പോൾ സെമിത്തേരി ആക്കി മാറ്റിയിരിക്കുന്നറിയാം. സെമിത്തേരി ഈ ക്ഷേത്രം ചെയ്ത വലിയൊരു കാര്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തായിട്ടൊരു ചൂടുകാടുണ്ടായിരുന്നു. ഈ ദേശത്ത് ഏത് മനുഷ്യൻ, ഏത് ജാതി മതത്തിൽപ്പെട്ട ആൾ മരിച്ചാലും ഇവിടെ കൊണ്ടുവന്ന് ഭസ്മമാക്കി ഇവിടെ സംസ്കരിച്ചിരുന്നു. ആ ചുടുകാട് കടലെടുത്തോണ്ടങ്ങ് പോയി. ഇപ്പോൾ നിങ്ങൾ പോയി ആ ചുടുകാട് കാണാൻ ഒക്കെയില്ല. ഈ ക്ഷേത്രം ചെയ്ത വലിയൊരു കാര്യം, ഒരു ജാതിയുടെ ഇല്ലാതെ ഏത് ജാതിക്കാരൻ മരിച്ചാലും ചുടുകാട്ടിൽ അടക്കിയിരുന്നു. അപ്പം ആ ഭസ്മമാക്കിയിട്ട് കടലിലൊഴുക്കി വിടുക. വളമല്ലേ, എത്രയും പേരുടെ ഭസ്മം വളമാ, ചാരം വളമല്ലേ, പ്രകൃതിക്ക് വളമായി മാറി. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. നമ്മൾ ഈ ലോകത്തിന് വളമായി മാറണം. നമ്മുടെ ശരീരം വളമായി മാറിയാൽ ഈ പ്രകൃതി ഫലഭൂയിഷ്ടമാവും. ഒരു മരം അവിടെ വളരും. ഒരു മാവിൻ്റെ ചോട്ട് നമ്മുടെ ചാരം ഇടുമ്പോൾ ആ മരം ഭംഗിയായിട്ട് വളരും. അവിടെ നല്ല മാമ്പഴം ഉണ്ടാവും മനുഷ്യന് തിന്നാൻ. കടലൊഴുക്കി വിട്ടാലോ അത് വളമാണ്. നദിയിൽ ഒഴുക്കി വിട്ടത് വളമാണ്. എക്കലായിട്ടത് വളമായി മറ്റൊരു കൃഷിഭൂമി ചെല്ലും. നെൽവയലിൽ ഇഷ്ടം പോലെ ഫലം ഉണ്ടാവും. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരത്തിൽ. നമുക്ക് ഭൂമിയിൽ ഒന്നുമില്ലെന്നേ. ഈ 2 ഏക്കർ എൻ്റെ വകയാണ്, പട്ട എൻ്റെ പേരിലാണ്. ആരായി പട്ട ഉണ്ടാക്കിയേ? ഏതാനും തലമുറയ്ക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടാക്കിയ നിയമമാണ്. നീ ഇത്ര പൈസ തന്നാൽ നിനക്ക് ഇത്രയും സ്ഥലം തരാം. പട്ടയാണ്. ഭൂമിയിൽ ആർക്കെങ്കിലും സ്വത്തുണ്ടാക്കാൻ നമ്മുടെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഭൂമിയിലെ സ്വത്തിനെ പറ്റി മനുഷ്യൻ അഹങ്കരിക്കരുത്. അതാണ് മഹാബലിയുടെ അഹങ്കാരം. അഹങ്കാരം തീർക്കാൻ വേണ്ടി വാമനൻ വന്നിട്ട് 3 ചുവട് തരാൻ പറഞ്ഞു. ആ 3 ചുവടിൽ 2 ചുവട് കൊണ്ട് അളന്ന് തീരാനുള്ളതുള്ള ഈ ഭൂമിയിലുള്ളതെല്ലാം. എനി ടൈം യു ലൂസ് എവരിതിങ്. നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരം. ആ മഹാബലിയുടെ അഹങ്കാരം മാറ്റി ആ മഹാബലി വാമനോട് പറയുകയാണ്, അയ്യോ നിന്റെ കാല് തീരെ ചെറുതല്ലേ, ഈ 3 ചുവടിന് പകരം 6 അടി പൊക്കോളം ഞാൻ എൻ്റെ ചുവട് വെച്ച് അളന്ന് തരാം നിനക്ക് സ്ഥലം. വാമന പറഞ്ഞു, വേണ്ട, നിൻ്റെ അളവൊന്നും വേണ്ട, എൻ്റെ ചെറിയ കാലം കൊണ്ട് അളന്നാൽ മതി. അപ്പം പുരാണം നമ്മളെ പഠിപ്പിക്കുകയാണ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എൻ എനിമി. ലോകത്തിൽ യുദ്ധം തോറ്റ മുഴുവൻ രാജാക്കന്മാരും അവരെതിർ രാജാവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവൻ വളരെ നിസ്സാരം, ഞാനിവനെ ഇടപാട് തീർത്തേരാന്ന് പറഞ്ഞു. പേർഷ്യയിലെ ചക്രവർത്തി 2 ലക്ഷം സൈന്യമായിട്ട് പോയി. അലക്സാണ്ടർ ചക്രവർത്തി 24,000 എണ്ണത്തിന് തീർക്കാൻ വേണ്ടി. പക്ഷെ യുദ്ധം തിരിഞ്ഞ് പേർഷ്യക്കാർ യുദ്ധം തോറ്റു. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എൻ എനിമി. നമ്മളെ പഠിപ്പിക്കുകയാണ്. വാമനെ കണ്ട് മഹാബലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ഭൂമി എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാവിടാൻ 3 ചുവട്. അഹങ്കാരം. ഭൂമിയിൽ ആർക്കും ഒരു വസ്തുവില്ല. നമ്മൾ ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ചത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഭസ്മമാക്കി ഈ ലോകത്തെ സമ്പുഷ്ടമാക്കണം. പ്രകൃതിയുടെ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരം. അടുത്ത അവതാരമോ പരശുരാമൻ. പരശു മരം വെട്ടാൻ ഉപയോഗിക്കുന്നൊരു ആയുധമാണ്. ശത്രുവിനെ വെട്ടി കൊല്ലാൻ ഉപയോഗിക്കുന്നൊരു ആയുധമാണ് പരശു. അത് എന്ത് നിൽക്കുന്ന പരശുരാമൻ. പക്ഷെ അദ്ദേഹം ആ പരശുവിനെ ഉപയോഗിച്ച് എന്തിനാണ്? നിങ്ങൾ ഞാനും വിശ്വസിക്കുന്ന ഒരു കഥ പരശുരാമൻ്റെ മേലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുരാണങ്ങളിലും കഥയില്ല കേട്ടോ, നമ്മളെ കഥ ഉണ്ടാക്കിയതാണ്. പരശുരാമൻ ഗോകർണത്ത് വന്ന് ഒരു മഴു അങ്ങോട്ട് എറിഞ്ഞു. അത് നേരെ കന്യാകുമാരി പോയി വീണു. അങ്ങനെ കേരളം എന്നൊരു ദേശം കടൽ പിന്മാറി ഇവിടെ ഉണ്ടായി. ഇതാണ് നമ്മൾ പുരാണത്തിൽ കേൾക്കുന്ന കഥ. അല്ല, ഒറിജിനൽ പ്രമാണത്തിലില്ല, ഭാഗവതത്തിലില്ല, നമ്മളൊരു കഥ ഉണ്ടാക്കിയതാണ്. അപ്പം മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന, കൊല്ലാൻ ഉപയോഗിക്കുന്നൊരു മഴു കേരളം സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു എന്നാണ് ഈ കഥ. നമ്മുടെ കയ്യിൽ എന്ത് ആയുധം കാണും? നമുക്ക് ചിലപ്പോൾ ഒരു പേനായിരിക്കും കിട്ടിയിട്ടുള്ളത്. ആ പേന ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് പേന എഴുതുമ്പോൾ ആ ഫയൽ ഒരു മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് വേണം ആ പേന ഉപയോഗിക്കാൻ. വേറൊരാൾ കിട്ടുന്ന നാക്കായിരിക്കും. ഒരു ടീച്ചർ ക്ലാസ്സിൽ പോകുന്നു, നാക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നു. അനേകായിരം കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും PhD-ക്കാരും വലിയ വലിയ വൈസ് ചാൻസലറൊക്കെ ആയിത്തീരും. മറ്റൊരാൾ കിട്ടുന്നതോ അടുക്കളയിലെ പാത്രമായിരിക്കും. ആ സ്ത്രീ അടുക്കളയിലെ പാത്രങ്ങൾ ഉപയോഗിച്ച് നല്ല ആഹാരം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുത്ത് ആരോഗ്യത്തോടുകൂടി ഒരു കുടുംബത്തെ പോറ്റും. അവർക്ക് കിട്ടിയ ആയുധം പാത്രമാണ്, അതവൾ ഉപയോഗിക്കുന്നു. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്
എന്തായുധമാണ് നിനക്ക് കിട്ടുന്നത്? ആയുധം ഈശ്വരൻ നിശ്ചയിക്കും. പക്ഷെ ആയുധം നീ എങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെയാണ് നീ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. മരം വെട്ടി പ്രകൃതിയെ നശിപ്പിക്കാനുള്ള ആയുധം പരശുരാമൻ്റെ കൈ കൊടുത്തു. പക്ഷെ അയാൾ ഉണ്ടാക്കിയതോ ആ മഴുവെറിഞ്ഞ് ഒരു നാട് മുഴുവൻ ഉണ്ടാക്കി. എവിടുന്ന ഈ കഥ വന്നത്? 7-ാം നൂറ്റാണ്ടിലായപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നു. അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലൊരു നാച്ചുറൽ ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കടൽ പുറകോട്ട് മാറുകയാണ്. കടൽ പുറകോട്ട് മാറി 30 കിലോമീറ്ററോട്ട് 60 കിലോമീറ്ററോട്ട് പുറകോട്ട് മാറി. അന്ന് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ തുറമുഖം, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് അവിടെ ആയിരുന്നു അറബിക്കടൽ ഉണ്ടായിരുന്നത്. അതവിടുന്ന് 30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പം നമ്മൾ കാണുന്ന ഹൈക്കോടതിയുടെ അവിടെ പോയി നിന്നു കടൽ. വൈക്കം എന്ന് പറഞ്ഞാൽ പുതിയ ദേശം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. വൈക്കം ക്ഷേത്രം കടലിനടിയിലായിരുന്നു. ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം കടൽ പുറകോട്ട് മാറി പുതിയ ഭൂമി വന്നു. അവിടെ ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്ന വൈക്കം ക്ഷേത്രം. കടുത്തുരുത്തി, തുരുത്തെന്ന് പറഞ്ഞാൽ തുറമുഖം, കടൽ തീരത്തുള്ള തുറമുഖം. കടുത്തുരുത്ത് കടൽ പുറകോട്ടൊക്കെ മാറി 30 കിലോമീറ്റർ. കടുത്തുരുത്തി കരയിലായി. അവിടെ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കി. ഏറ്റുമാനൂർ, മണ്ണ് ഏറി വീണ് പൊങ്ങി വന്ന സ്ഥലം ഏറ്റുമാനൂർ. 7-ാം നൂറ്റാണ്ടിൽ കടൽ പുറകോട്ട് മാറി ആ സ്ഥലം പൊങ്ങി വന്നപ്പോൾ നമ്മളവിടെ ഏറ്റുമാനൂർ ക്ഷേത്രം ഉണ്ടാക്കി. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ ക്ഷേത്രം ഉണ്ടായോ. കോട്ടയം പട്ടണത്തിന് അവിടെ ആയിരുന്നു കടൽ. കോട്ടയത്ത് നിന്ന് 1 കിലോമീറ്റർ തെക്കോട്ട് വരുമ്പം കോടിമത എന്നൊരു ക്ഷേത്രമുണ്ട്. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലം, അതുകൊണ്ടാണ് കോടിമത എന്ന സ്ഥലത്തെ വിളിച്ചത്. ആ സ്ഥലത്ത് നിന്ന് കടലങ്ങോട്ട് പുറകോട്ട് മാറി 40 കിലോമീറ്റർ പുറകോട്ട് മാറി കടലിൽ നിന്ന് കുട്ടനാടിന് അപ്പുറത്ത് പോയി നിന്നു. നിരണം, നീരണയുന്ന സ്ഥലം. കോട്ടയത്ത് നിന്ന് കുമരകം, കടൽ പുറകോട്ട് മാറി മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത്. അങ്ങനെ നീണ്ടകര മുതൽ കൊടുങ്ങല്ലൂർ വരെ കടൽ പുറകോട്ട് മാറി. ചിലയിടത്ത് 5 കിലോമീറ്റർ, ചിലയിടത്ത് 25 കിലോമീറ്റർ, ചിലയിടത്ത് 60 കിലോമീറ്റർ പുറകോട്ട് മാറി. ഈ ഫിനോമിനൻ നടക്കുന്നത് ആണ് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രാഹ്മണർ കാണുന്നത്. ഈ ഫിനോമിനനെ അവർ പുരാണത്തിലൊരു കഥയായി ചേർത്തു. ആ കഥയാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കോകണ്ടത്തു നിന്ന് മഴുവെറിഞ്ഞ് കന്യാകുമാരി വഴി വീണപ്പോൾ കേരളം ഉണ്ടായി എന്നൊരു കഥ. പുരാണത്തിലില്ലാത്തൊരു കഥ, മലയാളി പറയുന്ന കഥയാണ്. അപ്പോൾ നിനക്ക് കിട്ടുന്ന ആയുധം നന്മയ്ക്ക് ഉപയോഗിക്കാം, തിന്മയ്ക്ക് ഉപയോഗിക്കാം. നിനക്ക് ഈ ഭൂമിയെ നശിപ്പിക്കാം. ആ മഴ ഉപയോഗിച്ച് മരം വെട്ടി പ്രകൃതിയെ നശിപ്പിക്കാമായിരുന്നു പരശുരാമൻ. പക്ഷെ അതേ മഴുവെറിഞ്ഞ് സസ്യശ്യാമളമായ കേരളം ഉണ്ടാക്കി പരശുരാമൻ. നമ്മൾ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്തരീക്ഷ താപനമാണ്. ഈ അന്തരീക്ഷ താപനവും മനുഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ല. മുസ്ലിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓയിൽ വെൽത്ത് ഉണ്ടായി. അവൻ്റെ ആ വെൽത്ത് അടിച്ച് മാറ്റണം. അതിന് അമേരിക്കക്കാരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്. കാറും ഫാക്ടറീസൊക്കെ ഉണ്ടാക്കി കാർബൺ ഡയോക്സൈഡ് മേപ്പെട്ട് പോയാൽ അന്തരീക്ഷം താപനം ഉണ്ടാവും. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് 0.2%, അന്തരീക്ഷത്തിൽ മീഥേൻ 0.04%. അതുകൊണ്ട് വല്ല അന്തരീക്ഷ താപനം ഉണ്ടാവും ഇല്ല. അന്തരീക്ഷ താപനം ഉണ്ടാക്കുന്ന പസഫിക് സമുദ്രത്തിൽ കടലിൻ്റെ മുകളിലെ വെള്ളം, സൂര്യപ്രകാശം കൊണ്ട് വെള്ളം നീരാവിയാവുന്നതാണ് ഭൂമിയിൽ അന്തരീക്ഷ താപനം ഉണ്ടാക്കുന്നത്. അത് സൂര്യഭഗവാൻ ചെയ്യുന്ന പണിയാണ്. നമുക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ മനുഷ്യനെ കൊണ്ട് ഈ പെട്രോളും ഡീസലും വാങ്ങിപ്പിക്കാതെ ഇരുന്നാൽ ഏറ്റവും കൂടുതൽ ഓയിലുള്ള മുസ്ലിങ്ങൾക്കും റഷ്യ, അവനാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഓയിലും നാച്ചുറൽ ഗ്യാസ്, അവൻ്റെ പൈസ കുറയ്ക്കണം. പകരം സോളാർ എനർജി, വിൻഡ് എനർജി, വേവ് എനർജി, ഇതിൻ്റെ മുഴുവൻ യന്ത്രം ഉണ്ടാക്കുന്ന ആരാണ്? അമേരിക്കക്കാർ. അപ്പോൾ നമ്മൾ വിൻഡ് എനർജിയിലും വേവ് എനർജിയിലും സോളാർ എനർജിയിലും ഇതിൻ്റെ മുഴുവൻ പൈസ പോകാൻ പോകുന്ന അമേരിക്കാരൻ. അതിന് അമേരിക്കക്കാരന് $20 ബില്യൺ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് അന്തരീക്ഷ താപനം മനുഷ്യനുണ്ടാക്കുന്ന കുഴപ്പമാണ്. അത് പോട്ടെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ടെലിവിഷൻ കണ്ടതാണ്. അത് പോട്ടെ. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ളവരാണ്. അവൻ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. കേരളം എന്തുകൊണ്ടാണ് ഈ മനോഹരമായത്? നമ്മുടെ സസ്യലതാദികൾ കണ്ട്. ഞാൻ 22 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ കേരളം പോലെ സുന്ദരമായൊരു ഭൂമി ഈ ഭൂമിയിൽ വേറെയില്ല. എന്തു സുന്ദരമാണ്! അപ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അത് സസ്യങ്ങളും പൂക്കളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കൈ തൊഴുന്നേൻ. ഭഗവാനെ ബന്ധപ്പെടുത്തിയത് എന്തുവാണ്? കേരളത്തിലുണ്ടാകുന്ന 4 പൂക്കളിൽ നിന്നാണ്.
പിച്ചി, മന്ദാരം, തുളസി, പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ അതിനെ കൈതൊഴുന്നേൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ പൂജിക്കണമെങ്കിൽ ഈ ചെടി വെച്ചുപിടിപ്പിക്കണം, ആ പൂക്കൾ കൊണ്ടുവരണം, അതുകൊണ്ട് പൂജിക്കണം. നമ്മുടെ വസന്തം ഇങ്ങനെ വരികയാണ്. കുമാരനാശാൻ കവിത എഴുതിയിരിക്കുകയാണ് വസന്തത്തെ പറ്റി. പൂക്കുന്നിതാ മുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന ശോകം. അപ്പോൾ ഓണത്തിന് നമ്മൾ അത്തപ്പൂ ഇടുമ്പോൾ ആദ്യത്തെ 4 ദിവസം ഏതാ ഇടുന്നത്? പിച്ചി, മന്ദാരം, തുളസി, പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പനൊക്കെ ആ 4 പൂക്കളാണ് ആദ്യത്തെ 4 ദിവസം. പിന്നെ 4 ദിവസം ചേർക്കുന്നത് എന്തൊക്കെയാണ്? കുമാരനാശാൻ വസന്തം വരുമ്പോൾ ഓണത്തിനൊന്ന് വസന്തം വരും, അത് ചേർത്തിട്ട് പൂക്കുന്നിതാ മുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന അശോകം. 8ാമത്തെ ദിവസം അശോക പുഷ്പം വരും. 9ാമത്തെ ദിവസം തുമ്പപുഷ്പം വരും. 10ാമത്തെ ദിവസം താമര ഉൾപ്പെടെല്ലാം വരും. അപ്പോൾ നമ്മുടെ ആരാധന പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പൂക്കൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തെ ലോകം വിളിച്ചു ഗോഡ്സ് ഓൺ കൺട്രി, ദൈവം സൃഷ്ടിച്ച സ്ഥലം. എന്താ കാര്യം? നമ്മുടെ പ്രകൃതി. ഇവിടെ മലയാളിയായി ജനിച്ച ഒരാൾ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ പ്രകൃതി ഭംഗി നമ്മൾ പാലിച്ചിരിക്കണം. അങ്ങനെ ആ പ്രകൃതി ഭംഗി നിൽക്കുമ്പോൾ ആ പ്രകൃതി ഉണ്ടാക്കുന്ന പൂക്കളുണ്ടാവും. ആ പൂക്കളിൽ നിന്ന് നമ്മൾ വളരെ ശ്രദ്ധേയമായി കാണുന്ന സന്തോഷം നമുക്കുണ്ടാവും. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ആൽമരത്തിന് 7 വലം വെക്കും. എന്താ കാര്യം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരം ആൽമരമാണ്. 2ാമത്തെ മരം വേപ്പ് മരം. 3ാമത്തെ ചെടി കൃഷ്ണതുളസിയാണ്. മുറ്റത്ത് കൃഷ്ണതുളസി വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ വീടിനകത്ത് ഇഷ്ടം പോലെ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും. കുട്ടികൾ പഠിക്കുന്ന പഠനങ്ങളുടെ അടുത്തെങ്ങാനും ആൽമരം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്കായിരിക്കും. കാരണം ഈ ആൽമരം ഉണ്ടാക്കുന്ന ഓക്സിജൻ സപ്ലൈ വന്ന് കുഞ്ഞിൻ്റെ ബെഡ്റൂമിൽ കയറും. വീട്ടുമുറ്റത്ത് ആൽമരം വെക്കാൻ പറ്റുമോ? ആൽമരത്തിൻ്റെ വേര് 200 മീറ്റർ വരെ പോകും. നമ്മുടെ വീടിന് അടിയിൽ കൂടെ അവൻ തുളച്ചിഞ്ഞ് അടി പൊക്കിഞ്ഞ് വേരിഞ്ഞ് കയറി വരും. നമ്മുടെ വീടിൻ്റെ ഭിത്തിക്കകത്തോടാണ് ആൽമരത്തിൻ്റെ വേര് വന്ന് കയറുന്നതെങ്കിൽ ഭിത്തി ഇടിഞ്ഞങ്ങ് പോകും. പക്ഷേ ക്ഷേത്രം പണിയണമെങ്കിൽ ഒരടി പൊക്കത്തിൽ പാറ വിരിച്ചിട്ടേ ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പാറയുടെ അടി കൂടെ പൊളിച്ച് മേലെ കയറി ഒരടിയുള്ള പാറയെ പൊട്ടിക്കാൻ ആൽമരത്തിൻ്റെ വേരിന് ശക്തിയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രം മുറ്റത്ത് ആൽമരം വെക്കും, വീട്ടിൽ ആൽമരം വെക്കില്ല, വീടിന് മുറ്റത്ത് ആൽമരം വെക്കില്ല. അപ്പോൾ നമ്മൾ ചെന്ന് ഭക്തന് ചെന്നിട്ട് ഈ ആൽമരം ചുറ്റും 7 വലം വെക്കുമ്പോൾ ഓക്സിജൻ നിറഞ്ഞുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ ആവശ്യത്തിന് ശ്വസിച്ചിട്ട് ആ ഭക്തന് ഓക്സിജൻ സപ്ലൈ കിട്ടും. ബുദ്ധനും ബോധോദയം ഉണ്ടായ അവിടെയാണ്. ആൽമരത്തിന് ചവിട്ടി ധ്യാനിച്ചപ്പോഴല്ലേ? ആൽമരം ചവിട്ടി നല്ല ഓക്സിജൻ സപ്ലൈ കൊണ്ട് ശ്വസിച്ചപ്പോൾ ബുദ്ധന് ബോധോദയം ഉണ്ടായി. അപ്പം നമുക്ക് ബോധോദയം ഉണ്ടാവണമെങ്കിൽ ആൽമരം നല്ലതാണ്, വേപ്പ് മരം നല്ലതാണ്, കൃഷ്ണതുളസി നല്ലതാണ്. ആൽമരത്തിന് ചുറ്റും ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ഭക്തരുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ കിട്ടും. ആ ഭക്തൻ അവൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അന്ന് ഉഗ്രൻ പെർഫോമൻസ് ആയിരിക്കും അവന്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ശരീരം എന്താണ്? പ്രകൃതിയുടെ ഒരു ഭാഗം. യു ആർ വാട്ട് യു ഈറ്റ്. ഡോക്ടർമാർ പറയും നമ്മൾ എന്ത് തിന്നുന്നു അതാണ് നമ്മുടെ ശരീരം. ചില ആഹാരം കഴിച്ചാൽ ഡയബറ്റീസ് വരും, BP വരും, എല്ലാ രോഗം വരും. ചില ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും, നല്ലുണ്ടാവും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ഇത് മനസ്സിലാക്കാത്ത ആൾ ജീവിച്ചാൽ എന്ത് പറ്റും? അപകടമാണ്. അപ്പോൾ ചിലർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മൃഗങ്ങളെല്ലാം വെജിറ്റേറിയൻസാണ്. ആന വെജിറ്റേറിയനാണ്, കാണ്ടാമൃഗം വെജിറ്റേറിയനാണ്, കുതിര വെജിറ്റേറിയനാണ്, ഹിപ്പോപ്പൊട്ടമസ് വെജിറ്റേറിയനാണ്. ലോകത്തിലെ ശക്തിയുള്ള മൃഗമെല്ലാം വെജിറ്റേറിയൻ ആവാനുള്ള കാരണം എന്താണ്? ആ വെജിറ്റേറിയനാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വെജിറ്റേറിയനായിട്ടാണ്. വെജിറ്റേറിയൻസായ ആനിമൽസിൻ്റെ വയറ് മുഴുവൻ അസിഡിക്കാണ്. ഇറച്ചി തിന്നുന്ന മൃഗങ്ങളുടെ വയറോ ആൽക്കലൈനാണ്. മനുഷ്യൻ്റെ വയറ് അസിഡിക്കാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സസ്യബുക്കായിട്ടാണ്. പക്ഷെ കാട്ട് ജീവിച്ചാൽ നമ്മൾ മൃഗങ്ങളെയൊക്കെ പിടിച്ച് തിന്നുപോയി. വിശന്ന സമയത്ത് ഏതോ മൃഗം കൊന്നിട്ട് അതിനൊക്കെ തിന്നുപോയി. പക്ഷേ നോൺ വെജിറ്റേറിയൻ ആണെങ്കിലോ സിംഹം, കടുവ ഭയങ്കര ശക്തിയാണ്. പക്ഷേ 30 കൊല്ലം ജീവിക്കുക. അതോടുകൂടി അവൻ്റെ ആപ്പീസ് പൂട്ടും മാംസബുക്കുകളുടെ. അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പ്രകൃതിയെ തിരിച്ചു പോവുക. ഓരോ ചെടിയുടെ മഹാത്മ്യം മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇതാണ് പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആയുധം കൈകിട്ടി നശിപ്പിക്കാനുള്ളതാണ്. പക്ഷെ അത് സൃഷ്ടിച്ചു, കേരളത്തെ സൃഷ്ടിച്ചു, വൃക്ഷങ്ങളെ സംതൃപ്തമാക്കി. ആ പ്രകൃതി സംരക്ഷണം നമ്മൾ മനസ്സിലാക്കണം.
ഭഗവാന്റെ അടുത്ത അവതാരം ശ്രീരാമൻ. ഇക്ഷ്വാകു വംശത്തിലെ പ്രസിദ്ധനായ ശ്രീരാമൻ, അദ്ദേഹം രാമരാജ്യം സൃഷ്ടിച്ചു. എന്താണ് ഈ രാമരാജ്യം? രാമരാജ്യം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധമായ ഒരു ഭൂമി, കൃഷിയെ സംരക്ഷിച്ചു. എന്താണ് ശ്രീരാമന്റെ രാമരാജ്യം? അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. പണ്ട് രാജാക്കന്മാരും കൂടുതലുണ്ട് വൈതാളികന്മാരുടെ രാജ്യം ഭരിക്കും. ശ്രീരാമൻ എന്ത് ചെയ്തു? 10 മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തു, അമാത്യന്മാരെ അപ്പോയിന്റ് ചെയ്തു. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി. അനുജൻ ഭരതനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി, അടുത്ത അനിയൻ ലക്ഷ്മണനെ പിടിച്ച് യുദ്ധകാര്യമന്ത്രിയാക്കി, പ്രതിരോധ മന്ത്രിയാക്കി. അതിൻ്റെ അനിയൻ ശത്രുഘ്നെ പിടിച്ച് ധനകാര്യമന്ത്രിയാക്കി. 8 ആളുകൾ. പിന്നെ 2 പ്രീസ്ലി മിനിസ്റ്റേഴ്സ്, ഒന്ന് വസിഷ്ഠൻ, ഒന്ന് വേറെ ആൾ, 2 പേര്. എങ്ങനെ വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് ഭരിക്കാൻ. ആ ഭരിക്കുമ്പോൾ അദ്ദേഹം രാമരാജ്യം ഉണ്ടാക്കി. എങ്ങനെയാണ് രാമരാജ്യം ഉണ്ടാക്കിയത്? അത് രാമായണത്തിൽ കൃത്യമായി പറയുന്നു. അദ്ദേഹം ഭരണത്തിൽ കയറിയ ശേഷം അദ്ദേഹം മന്ത്രിമാരെ വിളിച്ച് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു കരം കൂട്ടണം. കരം കൂട്ടിയാൽ മന്ത്രിയുടെ കയ്യിലേക്ക് കിട്ടുന്ന ചമ്മാളിക്കാൻ. ശ്രീരാമൻ ചോദിച്ചു, അയ്യോ ഞാൻ ജനങ്ങളോടൊന്ന് ചോദിച്ചേക്കാം. അദ്ദേഹം ഇറങ്ങി ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവായല്ലേ? ജനങ്ങളൊന്ന്, പൊന്നു രാജാവേ, അങ്ങയുടെ അച്ഛൻ ദേവാസുര യുദ്ധത്തിന് പോയി അതിൻ്റെ കടം വീട്ടാൻ വേണ്ടിയുള്ള കരവലയിട്ട് ഞങ്ങൾ 5-8 കൊല്ലമായിട്ട് കൃഷി ചെയ്തിട്ട് നാട് മുഴുവൻ പാറക്കൽ പോലെ കിടക്കാൻ രാജാവേ എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജാവ് എന്ത് ചെയ്തു? ശ്രീരാമൻ അദ്ദേഹം ഒരു ടാക്സേഷൻ ഉണ്ടാക്കി. ഈ 20% ഈസ് ടാക്സ്. 20%. നിങ്ങളുടെ പുരയിടത്തിൽ നിങ്ങൾ 100 പറ നെല്ലുണ്ടാക്കിയാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുത്തേക്കണം, 80 പറ നെല്ല് നിങ്ങൾ എടുക്കുക. നിങ്ങൾ അതേ പുരയിടത്തിൽ 200 പറ നെല്ലുണ്ടാക്കുക, 40 പറ നെല്ല് രാജ്യത്തിന് കൊടുക്കുക, 160 പറ നെല്ല് നിങ്ങൾ എടുക്കുക. 20% ഈസ് ടാക്സ്. ഇതോട് ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി മാറി. ഇതാണ് ഒരു ബലാത്സംഗ കഥയായി നമ്മൾ കേൾക്കുന്നത്. ഗൗതമൻ ഭാര്യ അഹല്യയെ ശവിച്ച് പാറയാക്കി. ആ പാറയാക്കിയ അഹല്യയെ ശ്രീരാമൻ ചവിട്ടിയപ്പോൾ അതിനകത്തുനിന്ന് അഹല്യ ഇഞ്ഞ് പുറത്തേക്ക് വന്നൊരു കഥ. സംസ്കൃതത്തിൽ കഥ പറയും, വ്യംഗ്യാർത്ഥത്തിൽ കഥ പറയും. ഇത് മനസ്സിലാകാത്ത ഏതോ വെടി കൂശ്മാണ്ടം ഇങ്ങനെയാക്കി മാറ്റിക്കളഞ്ഞാണ്. അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതു മറിക്കാതെ ഭൂമി അഹല്യായി കിടന്നു. ഉഴുതു മറിക്കാതെ കിടന്ന, ഹല്യം ചെയ്യപ്പെടാതെ കിടന്ന അഹല്യായി കിടന്നു. ഗൗതമൻ, ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, തമിഴ്നാട് ഉടമസ്ഥൻ. ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. അതേ ഗൗ എന്ന വാക്കിൽ നിന്നാണ് ഗോവ്, പശുവിന് ഗോവ് എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഗൗതമൻ ഉഴുതു മറിക്കാത്തതിനാൽ ഭൂമി അഹല്യായി കിടന്നു. ദേവേന്ദ്രൻ മഴയുടെ ഇടിയുടെ ദേവനാണ്. അവൻ മേളിൽ നിന്ന് ആകാശം ഇടി ഇതൊക്കെ മഴ, ഒരു രക്ഷ കിട്ടിയില്ല, ഒന്നും ഉണ്ടായില്ല, പാറയായിട്ട് തന്നെ കിടന്നു. അപ്പോൾ ശ്രീരാമൻ വന്ന് തൻ്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ രാജ്യം മാറ്റിയപ്പോൾ അയോധ്യ സസ്യശ്യാമളമായ അഹല്യയായി മാറി. അഹല്യ സുന്ദരിയായി തിരിച്ചു വന്നു എന്നുള്ളതാണ്. 400 കൊല്ലത്തിന് മുമ്പ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചുണ്ടാക്കി. അവിടെ ശ്രീരാമൻ പാറയെ ചവിട്ടത്തില്ല. കാരണം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോൾ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തെ കാലിഞ്ഞോട്ട് പൊക്കി ഇടത്തെ കൈ കൊണ്ട് കാലിനടി തട്ടിയപ്പോൾ കുറേ മണൽത്തരി പാറയിലേക്ക് വീഴുകയും അതിനകത്തുനിന്ന് അഹല്യ പുറത്തേക്ക് വരുന്നതായിട്ടാണ്. അപ്പോൾ ടാക്സേഷൻ ഒരു രാജാവ് എങ്ങനെ ചെയ്യണം? ചെയ്തില്ലെങ്കിൽ ഭൂമി നോൺ പ്രൊഡക്റ്റീവായി കിടക്കും, തരിശു ഭൂമിയായിട്ട് കിടക്കും. പക്ഷെ അതേ ഭൂമി രാജാവ് ടാക്സേഷൻ ശരിയാക്കിയാൽ ആ രാജ്യം സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ രാജ്യമായി മാറും. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ശ്രീരാമൻ്റെ രാമരാജ്യം, വളരെ ശ്രദ്ധേയമായ രാമരാജ്യം എങ്ങനെ ഉണ്ടാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ 20% ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ച 20% ടാക്സ്. സുൽത്താന്മാർ വന്നപ്പോൾ 36% മുഗളന്മാർ വന്നപ്പോൾ 46% ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 58% 58% ടാക്സ് കൊടുത്തിട്ട് ബാക്കി 42% പൈസ കൊണ്ട് കൃഷി ചെയ്യാനും അതിനകത്ത് മിച്ചം ഉണ്ടാക്കാനും ജീവിക്കാനും പറ്റാതായി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. ആ രാഷ്ട്രം ദാരിദ്ര്യവാസികൾ രാജ്യമായി മാറി. ബ്രിട്ടീഷുകാർ പോയപ്പോൾ 190 വർഷം കഴിഞ്ഞപ്പോൾ 160ാമത്തെ ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റി. ഇപ്പോൾ 60-77 കൊല്ലത്തെ പ്രയത്നം കാരണം 2000 ആണ്ടായപ്പോഴേക്കും നമ്മൾ 5ാമത്തെ വലിയ ശക്തിയായി.
2011 നമ്മൾ 4ാമത്തെ വലിയ ശക്തിയായി, ഇപ്പം 3ാമത്തെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കിപ്പോൾ 100 രൂപ കിട്ടിയാൽ, 100 രൂപ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ എത്ര കിട്ടും? 30% ഇൻകം ടാക്സ് പോയി, 18% GST പോയി. നമ്മുടെ വല്യപ്പം നമുക്കൊരു കെട്ടിടം തന്നാൽ അതിന് 10,000 രൂപ ടാക്സ്. നമ്മുടെ വല്യപ്പം നമുക്കൊരു സ്ഥലം തന്നാൽ അതിന് ടാക്സ് വേറെ. ഇന്ത്യ മഹാരാജ്യത്തിൽ 2024 നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ഓരോ 100 രൂപയിൽ നിന്നും ഈ രാഷ്ട്രം പിടിച്ചു പറിക്കുന്നത് 78 രൂപയാണ്. നമ്മുടെ കിട്ടുന്നത് 22 രൂപ. ഈ ഗതികളിൽ രാമരാജ്യം ഉണ്ടാവില്ല. അതാണ് രാമായണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സിനിമയിൽ പാടും, സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമുന്ന കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മോഹിനിയായി. നിങ്ങൾക്ക് എനിക്ക് ഈ നാടിനെ മോഹിനിയാക്കാം, അല്ലെങ്കിൽ അഹല്യയായി പാറയാക്കിയിട്ടേക്കാം. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ വയലേലകൾ ദൈവം നമുക്ക് തന്നു. നമ്മൾ എന്ത് ചെയ്തു? 28 ലക്ഷം ഹെക്ടർ നെൽവയൽ കൃഷി ചെയ്യാതെ കിടക്കുകയാണ് കേരളത്തിൽ. കൃഷി ചെയ്യാൻ വയ്യ നമുക്ക്. നമ്മൾ പോയി അറബിയുടെ കക്കൂസ് കഴുകും, അവിടുത്തെ ഒട്ടകത്തിൻ്റെ കീഴിൽ കിടക്കും. ഒട്ടകത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനെ പറ്റി സിനിമ പിടിച്ചാൽ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടി കഴിഞ്ഞ ദിവസം. ഓസ്കാർ അത് നമ്മൾ ചെയ്യും. അവിടെ ഒട്ടകത്തിൻ്റെ കീഴിൽ പോയി കിടന്നുറങ്ങണം, അറബിയുടെ കക്കൂസ് കഴുകും. നമുക്ക് ഈശ്വരൻ തന്ന ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധ കൃഷിഭൂമി. കൃഷി ചെയ്താലുണ്ടല്ലോ നമ്മൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായി മാറും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീരാമൻ്റെ അവതാരം നമ്മൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഈ പ്രകൃതി, നിങ്ങൾക്ക് ഈശ്വരൻ തന്ന സമൃദ്ധ വയലേലകൾ നിങ്ങൾ കൃഷി ചെയ്യണം. അല്ലാതെ വലിയ രാജ്യത്തും പോയി അവൻ്റെ ചെടി വേല ചെയ്യാനല്ല മലയാളിയുടെ ഡ്യൂട്ടി. കൃഷി മുഴുവൻ നശിപ്പിച്ചു, ഇൻഡസ്ട്രി മുഴുവൻ നശിപ്പിച്ചു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി. ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ല. ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും നാശിപ്പിക്കുകയാണ്. പാടില്ല. ശ്രീരാമൻ്റെ അവതാരം നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് അഹല്യയെ പാറയാക്കാം, സുന്ദരിയുമാക്കാം. പ്രകൃതി സംരക്ഷണമാണ് നമ്മുടെ പ്രാഥമിക പർപ്പസ് എന്ന് പഠിപ്പിക്കുക. 8ാമത്തെ അവതാരം ബലരാമൻ, ബലഭദ്രരാമൻ. ബലഭദ്രരാമൻ്റെ ആയുധം എന്താണ്? കലപ്പ. കലപ്പ ഏന്തിയ കർഷകൻ വേണ്ടി കോൺഗ്രസിൻ്റെ സിഗ്നലിൻ്റെ അടയാളമായിരുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു. ഈ കലപ്പ ഏന്തിയ കർഷകനാണ് ബലരാമൻ. ബലരാമൻ എന്ത് ചെയ്തു? അദ്ദേഹം കൃഷിയെ ഡെവലപ്പ് ചെയ്തു. വളരെ ഭംഗിയായിട്ട് കൃഷിയെ ഡെവലപ്പ് ചെയ്തു. കൃഷിയെ ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം രാജ്യത്തെ സമ്പത്സമൃദ്ധമാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബലരാമനൊരു സ്വഭാവം ഉണ്ടായി. കള്ളുകുടി, ചുമ്മാ കുടിക്കുക. സെക്രട്ടേറിയറ്റിനകത്തും അദ്ദേഹം കള്ളുണ്ടാക്കി കുടിക്കാൻ തുടങ്ങി. രാജകൊട്ടാരത്തിലും കള്ളുണ്ടാക്കി കുടിക്കാൻ തുടങ്ങി. ചേട്ടനല്ലേ പറയുന്നതിനൊരു പരിധി ഉണ്ടായിരുന്ന ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ കൃഷി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കർഷകനായ 7000 കൊല്ലത്തിന് മുമ്പാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ പഠിച്ചത്. ആ 7000 BC തൊട്ട് നമ്മൾ പഠിച്ച കൃഷി ലോകത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് തന്ന അടയാളമാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള നല്ല ചെടികൾ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് കേരളമെന്ന ഈ സംസ്ഥാനത്തെ ദൈവത്തിന് സ്വന്തം രാജ്യമാക്കി നിലനിർത്താൻ പറ്റണം. അല്ലാതെ നമ്മുടെ അപ്പന്മാരുണ്ടാക്കിയ ദൈവത്തിന് സ്വന്തം രാജ്യം നാശിപ്പിച്ച് നാരണക്കല്ലാക്കാൻ നിങ്ങൾക്കും എനിക്കും അവകാശമില്ല. നമ്മുടെ ഇവിടെ അപ്പുറത്തുള്ള കുട്ടനാട് സമ്പൽ സമൃദ്ധമായിരുന്നു. കായൽ രാജാക്കന്മാരായ മുരിക്കനും മറ്റുവനുമൊക്കെ ലക്ഷക്കണക്കിന് നെൽവയൽ കൃഷി ചെയ്തു. അവസാനം അവർക്കെതിരെ സമരം ചെയ്ത് അവൻ്റെ ഭൂമി പിടിച്ചെടുത്തു, ഭൂപരിഷ്കരണം നടപ്പാക്കി പിടിച്ചെടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു? ഒരിറ്റ് ഭൂമി കൃഷി ചെയ്യാതെ കായൽ രാജാക്കന്മാരുടെ ലക്ഷക്കണക്കിന് ഏക്കറുള്ള കൃഷി സ്ഥലങ്ങൾ മുഴുവൻ വേസ്റ്റ് ലാൻഡാക്കി മാറ്റി മലയാളി. ഇതല്ല ഭാഗവത് നമ്മളെ പഠിപ്പിച്ചത്. ബലരാമൻ ചെയ്യുന്ന പോലെ കലപ്പേന്തിയ കർഷകനായി ഈ രാജ്യത്തെ കാർഷികമായി ഡെവലപ്പ് ചെയ്ത് ലോകം മുഴുവൻ പട്ടിണി കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ കൃഷി ചെയ്ത് നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാക്കി കയറ്റി അയക്കണം. അവിടുത്തെ പട്ടിണിയും പോവും, നമുക്ക് വരുമാനവും കിട്ടും. സമ്പൽ സമൃദ്ധമായ കൃഷിഭൂമി ഉപയോഗിച്ച് നമ്മളെ രക്ഷിക്കണം. ബലരാമൻ നമ്മളെ പഠിപ്പിക്കുക. 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനാണ്, പൂർണ്ണാവതാരം. ദശാവതാരങ്ങളെ ഏറ്റവും പൂർണ്ണാവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച് വീഴുന്ന ഒരു ജയിലിലാണ്. അവിടുന്ന് അത് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു, ബാലവാടിയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം അവിടെ ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ പൂന്തോട്ടത്തിൽ ഓരോ ചെടിയുടെയും മഹാത്മ്യം ഭഗവാൻ നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
ആ ജനിച്ചു വളരുന്ന പൂന്തോട്ടം പോലുള്ള ഗ്രാമം എങ്ങനെ അവിടെ ആ ജനങ്ങളുടെ സന്തോഷത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുക. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗോവർദ്ധനം എന്ന ദേശത്തേക്ക് വരിക. അവിടെ ഗോവർദ്ധന ഗിരി ഉയർത്തുന്നു എന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല കഥകളിലും വിരളിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഗോവർദ്ധനം എടുത്ത് പൊക്കിയതായിട്ടാണ് നിങ്ങൾ പലപ്പോഴും ചിത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഗോവർദ്ധനത്തിൽ പോയിട്ടുണ്ട്. 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ളൊരു പർവ്വതമാണ് ഈ ഗോവർദ്ധനം. മില്യൺസ് ഓഫ് ടൺസ് വെയിറ്റുള്ള സാധനം. അപ്പോൾ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഗോവർദ്ധന ദേശത്തെ ഡെവലപ്പ് ചെയ്തു, പുരോഗതിയിലേക്ക് കൊണ്ടുവന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പുരാണത്തിലെ മിത്ത് വെച്ചിട്ട് ഭഗവാൻ കൈകൊണ്ട് പൊക്കി നാക്കി മാറ്റിയതാണ് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ. ഭഗവാൻ ഗോവർദ്ധനത്തിൽ വരുമ്പോൾ അതൊരു ചെറിയ പുൽമേടാണ്, വേറെ ഒരു കുന്തോ അടങ്ങും ഇല്ല. അവിടെ മഴയില്ല, ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ഭഗവാൻ എന്തെന്നറിയാമോ? പണ്ട് നമ്മളെ രാമായണത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ അംഗരാജ്യത്തിൽ മഴ പെയ്യുന്നില്ല. അപ്പോൾ ഋഷ്യശൃംഗ മുനി കൊണ്ടുവന്ന് തപസ്സയിക്കുകയാണ്. സ്ത്രീകളെ കാണാത്തൊരു മുനിയെ കൊണ്ട് തപസ്സയിക്കണം. നിങ്ങൾ വൈശാലി എന്നുള്ള സിനിമയ്ക്കകത്തെല്ലാം കണ്ടിട്ടുള്ള കഥയാണ്, അതുകൊണ്ട് ഞാൻ കഥയിലോട്ട് കയറുന്നില്ല. ഋഷ്യശൃംഗ 42 ദിവസം യാഗം ചെയ്ത് ദേവേന്ദ്രനെ സന്തോഷിപ്പിച്ചു. ദേവേന്ദ്രൻ മഴ പെയ്ച്ചു. അവസാനം ആ മുനിയെ കൊണ്ട് അംഗരാജ്യത്തിൽ രാജാവ് തൻ്റെ ദത്ത് മകളെ വിവാഹം കഴിപ്പിച്ചു. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ആകെ ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ശ്രീരാമന് 11 കൊല്ലം 20 കൊല്ലം സീനിയറായിട്ടുണ്ടായിരുന്നു ശാന്ത. ഒരിക്കൽ അംഗരാജ്യത്തിൽ രാജാവ് വന്ന് ദശരഥനോട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, മക്കളുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മോളെ ദത്ത് തരാമെന്ന് ചോദിച്ചു. ദശരഥൻ ദത്ത് എടുത്ത് കൊടുത്തു. അദ്ദേഹം ഒരു മെയിൽ ഷോവിനിസ്റ്റായിരുന്നു. ഉടനെ വേറെ കുട്ടി ഉണ്ടാവും, 3 ഭാര്യമാരല്ലേ, ഉടനെ കുട്ടി ഉണ്ടാകുന്ന വിചാരിച്ചു. കുട്ടിയൊന്നും ഉണ്ടായില്ല. അവസാനം ഈ ദത്ത് കൊടുത്ത മോളെ ഋഷ്യസിംഗൻ കല്യാണം കഴിച്ചു, ഈ മഴ പെയ്ച്ചതിന് പ്രതിഫലമായിട്ട്. ഈ ഋഷ്യസിംഗനെ കൊണ്ടുവന്നിട്ട് ദശരഥ മരുമോനെ കൊണ്ടുവന്നിട്ട് ദശരാജാവ് യാഗം ചെയ്തു. അങ്ങനെ ശ്രീരാമൻ ഉൾപ്പെടെയുള്ള 4 മക്കളുണ്ടായി പുത്രകാമേഷ്ടിക്ക് ശേഷം. ഭഗവാൻ കൃഷ്ണൻ ആലോചിച്ചു, 12 വയസ്സുള്ള ഭഗവാൻ കൃഷ്ണൻ കേട്ടോ, 12 വയസ്സുള്ള കുട്ടി ആലോചിച്ചു, ഈ അംഗരാജ്യത്തിലെ രാജാവ് ചെയ്ത പോലെ 42 ദിവസം യാഗം ചെയ്ത് മഴ പെയ്ക്കാൻ പറ്റുമോ? ശ്രീകൃഷ്ണൻ എന്തെന്നറിയാമോ? ഓൾട്ടർനേറ്റ് ടെക്നോളജി പ്രയോഗിച്ചു. ഇനി ദേവേന്ദ്രനോട് ആരും പൂജ ചെയ്യാൻ പാടില്ല, നമ്മുടെ അപ്പന്മാരുടെ വിഗ്രഹം വെച്ച് നമ്മൾ പൂജ ചെയ്യും. ദേവേന്ദ്രൻ ചൂടായി. ആഹാ, നീ എന്നെ പൂജിക്കത്തില്ല, ഇല്ലടാ, ഇപ്പം കാണിച്ചു തരാം. ഓരോറ്റ മഴ, ഭയങ്കര ജലപ്രളയം പോലെ മഴ പെയ്തു. ഒരാടെ നിന്ന് കാര്യം സാധിക്കണമെങ്കിൽ ചീത്ത വിളിച്ചും കാര്യം സാധിക്കാം, അവനെ കാലെ പിടിച്ചും കാര്യം സാധിക്കാം. 42 ദിവസം കാലയെ പിടിച്ച് യാഗം നടത്തി മഴ പെയ്ക്കുന്നതൊക്കെ വളരെ എളുപ്പമല്ലേ ഭഗവാൻ ചെയ്ത പരിപാടി. ഭഗവാൻ കൃഷ്ണൻ ഒറ്റ ചീത്ത വിളി, നിനക്ക് ഒരു പൂജ ഇല്ലടാ ഇന്ദ്രനാ, ഞങ്ങളുടെ അപ്പന്മാരെ വെച്ച് പൂജിക്കും. ദേവേന്ദ്രൻ മഴ പെയ്ച്ചു. ഇഷ്ടം പോലെ മഴ, മണ്ണ് ഫലഭൂയിഷ്ടമായി. ആ ഗോവർദ്ധനത്തെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്താണ് ഗോവർദ്ധന ഉദ്ധരിച്ചു എന്ന് പറയുന്നത്. മറ്റേത് പ്രതീകാത്മകമായിട്ടാണ് ഈ വിരലിൻ്റെ അറ്റത്ത് കുഞ്ഞുരുളി പൊക്കിയതായിട്ട് കാണിക്കുന്നത്. 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള ഒരു സ്ഥലം, ഒരു 35 ചതുരശ്ര കിലോമീറ്ററാണ് ഈ സ്ഥലം ഭഗവാൻ കൃഷ്ണൻ ഡെവലപ്പ് ചെയ്തു. ആ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു പ്രകൃതി സംരക്ഷണ പദ്ധതിയായി. ഞാൻ ഈ ഗോവർദ്ധനം കാണാൻ പോയി. നടന്ന് ഗോവർദ്ധനത്തിന് മുകളിൽ ചെന്ന് കയറിയപ്പം അവിടെ സ്വർണം പൂശിയൊരു ക്ഷേത്രം, ഒരു 200 അടി ഇറങ്ങി വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം, പിന്നെ ഒരു 200 അടി ഇറങ്ങി വന്നപ്പം ചെമ്പ് പൂശിയൊരു ക്ഷേത്രം, പിന്നെ ഇരുമ്പ് പൂശിയൊരു ക്ഷേത്രം. 8 ക്ഷേത്രങ്ങൾ കഴിഞ്ഞ് താഴെ അറ്റത്തെത്തിയപ്പോൾ 8ാമത്തെ ക്ഷേത്രം വെറും കളിമണ്ണ് കൊണ്ട് മാത്രമുള്ള ക്ഷേത്രം. ഞാൻ ഈ പൂജ ചെയ്ത പരിപാടി, അതെ, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉയരുമ്പോൾ അവന് കയ്യിൽ സ്വർണവും പണമൊക്കെ ഉണ്ടാവും. അതാണ് ആ സ്വർണം പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് അവൻ ബിസിനസ് ചെയ്ത് ബിസിനസ് പൊട്ടും, അത് വെള്ളി പൂശിയ ക്ഷേത്രം. അവസാനം അവൻ ചാവും. ചത്തിട്ട് മനുഷ്യൻ മണ്ണാണ്, അവൻ മണ്ണിനോട് ചേരും. ഇതവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കളിമണ്ണ് കൊണ്ടുള്ള ക്ഷേത്രം. ഞാൻ വീണ്ടും മല കയറി. കാര്യം ഈ മല കയറിയ മേളിൽ ചെന്ന ആരും ഇത് പറഞ്ഞു തന്നില്ല. താഴെ വന്നപ്പോൾ 8ാമത്തെ ക്ഷേത്രം കണ്ടപ്പോഴാണ് ഈ കളിമണ്ണുള്ള ക്ഷേത്രം കണ്ടത്. ഞാൻ തിരിച്ച് മല കയറി. ഓരോ ക്ഷേത്രവും ഇതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി. എത്ര ഉഗ്രം പ്രിൻസിപ്പിളാണത് ആ ഗോവർദ്ധനത്തിലെ ക്ഷേത്രങ്ങൾ. മനുഷ്യനെ ഈ ഭൂമി സ്വർഗമാക്കാം, മനുഷ്യനെ ഈ സ്വർണം പൂശിയ ജീവിതമാക്കാം, മനുഷ്യനെ ജീവിതം
കളിമണ്ണ് കൊണ്ടുള്ള ക്ഷേത്രമാക്കി മാറ്റാൻ പറ്റും. നമുക്ക് നാവെ പണിവത് നരകവും നാഗവും അതുപോലെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ച് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതാണ് ചെറുപ്പത്തിൽ ഭഗവാൻ കാണിച്ചത്, അതാണ് ഗോവർദ്ധനം ഉദ്ധരിച്ചപ്പോൾ ഭഗവാൻ കാണിച്ചത്. അത് കഴിഞ്ഞ് ഭഗവാൻ ഭരണാധികാരിയായപ്പോൾ അവിടെ സുന്ദരമായി തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രകൃതി സംരക്ഷണം തത്വം. ശ്രീകൃഷ്ണ ഭഗവാൻ 4 തവണ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നു. ആദ്യം കാണിച്ചത് തൻ്റെ അമ്മ വളർത്തമ്മയായ യശോദയ്ക്കാണ്. ഉരുള് തട്ടി താഴെയിട്ട് കലം തട്ടി ഉടപ്പിച്ച് വല്ലാത്ത നോട്ടി ബോയ്സാണ്. നോട്ടിനെസ് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ഇൻ്റലിജൻസ്, ഡോക്ടർമാർ പറയുന്നതാണ്. ഒരു കുട്ടി അതീവ കുസൃതിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി ഭയങ്കര ബുദ്ധിമാനാണെന്നാണ്. ചുമ്മാ ഉണക്കക്കൊള്ളി പോലെ കസലിരുന്ന് മര്യാദയ്ക്ക് പുസ്തകം വച്ചിരുന്നത് യൂസ്ലെസ് ആവാൻ, അവൻ്റെ തലയോ വിവരമില്ല. കുസൃതി കാണിക്കുന്നതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ആവുന്ന ലക്ഷണം. അപ്പോൾ യശോദയ്ക്ക് അവസാനം ദേഷ്യം വന്ന് അടിക്കാനായിട്ട് വടിയെടുത്ത്. അപ്പോൾ ഭഗവാൻ വാതുറന്ന് കാണിച്ചു. വിശ്വരൂപം വാക്കകത്ത് നോക്കിയപ്പോൾ ഭയങ്കര പ്രകൃതിയെല്ലാം എനിക്ക് മലകളും ആറുകളും തുടങ്ങും. അപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി ഈ കുട്ടി വെറും കുട്ടിയല്ല, ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലായി. ഭഗവാനെ വളർത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയ യശോദയ്ക്ക് മനസ്സിലായി. രണ്ടാമതായി മഹാഭാരത യുദ്ധം ഒഴിവാക്കണം. ഭഗവാൻ നേരെ ഹസ്തനപുരത്തിലെത്തി ഇത് ദുര്യോധനനുമായി ചർച്ച ചെയ്യാനായിട്ട്. ദുര്യോധനനും കർണനും ശകുനിയും കൂടെ പ്ലാനിട്ട് ഇവനിങ്ങനെ സമാധാനം ഉണ്ടാക്കണ്ട, ഇവനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ദുര്യോധനനും ശകുനിയും കർണനോട് ഇറങ്ങി വന്നു. ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു. ആയിരക്കണക്കിന് ദ്രംഷ്ടങ്ങളുള്ള ദുഷ്ടമൃഗങ്ങളും എല്ലാം ഉള്ള ഒരു പ്രകൃതി അങ്ങോട്ട് കാണിച്ചു. ദുര്യോധനനും കർണനും മലമൂത്ര വിസർജനം നടത്തിപ്പോയി, കണ്ട് ഭയപ്പെട്ടിട്ട്. മൂന്നാമത് മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവാണ്. അപ്പോഴ് ഭഗവാൻ അർജുനോട് പറഞ്ഞു, അളിയന്മാരാ ആ അളിയാ നമുക്കൊന്ന് കണ്ടളേ. നേരെ അവിടെ ചെന്ന് ആദ്യം പറഞ്ഞു, ഇല്ല നിൽക്കുന്ന ഭീഷ്മരെ കണ്ടോടാ നിൻ്റെ വല്യപ്പൻ, അവനെ നമുക്ക് ആദ്യം കൊല്ലണം. രണ്ടാമത് ഇളം നയിക്കുന്ന ദ്രോണരെ കണ്ടോ നിൻ്റെ ഗുരു, അവനെ നമുക്ക് കാച്ചണം. അതിനപ്പുറത്തേക്ക് കൃപാചാര്യരെ കണ്ട നിൻ്റെ അമ്മയുടെ കസിൻ ബ്രദറാ, അവൻ്റെ പെങ്ങളെയാ ദ്രോണർ കെട്ടിയിരിക്കുന്നത്, കൃപിയെ കാച്ചണം അവനെ നമുക്ക്. 4 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പം അർജുനൻ പറഞ്ഞു, ഭഗവാനെ എൻ്റെ വായിൽ വെള്ളം പറ്റുന്ന ഭഗവാനെ, എൻ്റെ കൈ വിറയ്ക്കുന്ന ഭഗവാനെ, ഗാന്ധിവൻ താഴെ വിടാൻ പോകുന്ന ഭഗവാനെ, എൻ്റെ തല കറങ്ങുന്ന ഭഗവാനെ, ഡോം കിടക്കുന്നു തേരിൻ്റെ തട്ടിൽ. പിന്നെ 701 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ചൊല്ലിക്കേൽപ്പിച്ചു. അതിൽ 564 ശ്ലോകവും ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന വാക്യങ്ങളാണ്, ബാക്കി 160 ഈ വർണ്ണനകളാണ്. അവസാനം അർജുനൻ എഴുന്നേറ്റു. ഇതിലെ 11-ാം അധ്യായമായപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ അങ്ങയുടെ ഒരു രൂപം എന്നെ കാണിക്കാമോ? ഭഗവാൻ പറഞ്ഞു, മുഴുവൻ രൂപം കണ്ടാൽ നീ ബോധം കിട്ടുമോ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഭാവം കാണിച്ചു തരാമെന്നാണ്. അങ്ങനെ ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. ആയിരക്കണക്കിന് ഗോളങ്ങളും സൂര്യങ്ങളും എല്ലാം ഉള്ള സംഭവം കൊണ്ട് കാണിക്കുകയാണ്. അത് കണ്ടപ്പം അർജുനൻ മനസ്സിലായി ഈശ്വരൻ ആരാണ്, ഈ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ആരാണ്. ലോകത്തിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിക്കുകയാണ് മെക്സിക്കോയിൽ, K-25 പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ 8 കിലോമീറ്റർ ദൂരെ ഒരു ഇരുമ്പ് ഗോപുരത്തിനകത്ത് ഇരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ. ആദ്യത്തെ ആറ്റം ബോംബ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെ വിഭാവന ചെയ്ത ഓപ്പൻ ഹീമർ, അദ്ദേഹം ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം ഇതിനെ വർണ്ണിക്കാൻ വേറെ ഒരു വാക്കും കിട്ടിയില്ല. അദ്ദേഹം ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപം കാണിക്കുന്ന ഫോമിലെ കോടി 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 ശുഭപ്രഭ എന്ന് പറയുന്ന ശ്ലോകമാണ് ചൊല്ലുന്നത് ആറ്റം പൊട്ടിയപ്പോൾ. 4-ാമത് ഭഗവാൻ മറ്റൊരു വിശ്വരൂപം കാണിക്കുകയാണ്. അതെവിടെയാണ്? ഭീഷ്മാചാര്യർ മരിക്കാൻ കിടക്കുകയാണ്. ഭീഷ്മാചാര്യർക്ക് ഉത്തരായന കാലത്ത് മാത്രമേ മരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ദക്ഷിണായന കാലത്ത് ഭഗവാൻ ഈ ദുര്യോധനം കൊണ്ട് യുദ്ധം വെച്ചത്. ദക്ഷിണായന കാലത്ത് ഒരിക്കലും ഭീഷ്മർ വീഴില്ലല്ലോ. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ ശിഖണ്ഡിയെ പുരസ്കരിച്ച് യുദ്ധം ചെയ്ത് ഭീഷ്മരെ വീഴിച്ചു. ഭീഷ്മർക്ക് ഉത്തരായന കാലം തുടങ്ങണമെങ്കിൽ 60 ദിവസം കഴിയണം. അപ്പോൾ 60-ാമത്തെ ദിവസം ആയപ്പോൾ ഭഗവാൻ അറിയാം ഇന്ന് ഭീഷ്മന് മരിക്കും. ഭഗവാൻ നേരെ ഭീഷ്മരുടെ അടുത്ത് വന്നു. ഭീഷ്മർ ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ് ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം, ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 പേരുകൾ അങ്ങോട്ട് വർണ്ണിക്കാം. വിഷ്ണു സഹസ്രനാമം
അത് കഴിഞ്ഞ് പറഞ്ഞു, ഭഗവാനെ എനിക്ക് അങ്ങയുടെ ഒരു ഒറിജിനൽ ഫോം കാണിക്കാം. ഭഗവാൻ പറഞ്ഞു, അത് നിനക്ക് കാണാൻ പറ്റില്ല, ഞാനൊരു ചെറിയൊരു ഫോം നിനക്ക് കാണിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു വിശ്വരൂപം കാണിച്ചു, ചെറിയൊരു വിശ്വരൂപം. അപ്പോൾ ഈ 4 വിശ്വരൂപങ്ങളെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഭഗവാൻ പ്രകൃതി എങ്ങനെയാണ് കാണിക്കുന്നത് മനസ്സിലാകുന്നത്. യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ സസ്യശ്യാമളമായ പ്രകൃതി, ഒഴുകുന്ന നദികൾ, നല്ല പുൽമേടുകൾ അടങ്ങിയിരിക്കുന്ന മലകൾ, അതിന് നടുക്ക് കൃഷ്ണമൃഗം, മയിൽപ്പീലി കൊണ്ട് ആടുന്ന മയിൽ, ഇതൊക്കെ കാണിച്ചേ. ഒരമ്മയാണ്, ഒരു സ്ത്രീയാണ്. സ്ത്രീക്ക് രൗദ്രഭാവവും ഒന്നും കാണാൻ ഒക്കെയില്ല. അതുകൊണ്ട് അവളെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല കാഴ്ചകളുള്ളൊരു പ്രകൃതിയെ കാണിച്ചു കൊടുത്തു. എന്താണ് ഐഡിയൽ പ്രകൃതി? അതാണ് അമ്മയെ കാണിച്ചത്. ദുര്യോധനെ കാണിച്ചപ്പോഴോ പ്രകൃതിയുടെ ഏറ്റവും ഭയപ്പെടുന്ന സാധനങ്ങളോട് കാണിച്ചു. ദുര്യോധനം വലിയ വീരശൂര പരാക്രമ രാജാവാണ്, മലമൂത്ര വിസർജനം ചെയ്ത ആള് പോയി. അർജുനനെ കാണിക്കുമ്പോൾ ഈശ്വരൻ്റെ മഹിമ കാണിക്കാനാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഭഗവാൻ എടുക്കുന്നത് എന്തുവാണ്? സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ ഔന്നത്യം കാണിക്കുന്ന, മഹിമ കാണിക്കുന്ന ഭാഗങ്ങളാണ് ഭഗവാൻ അർജുനനെ കാണിക്കുന്നത്. എന്നാൽ ഭീഷ്മരെ കാണിച്ചപ്പോഴോ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് 106-ാമത്തെ വയസ്സിൽ മരിക്കാൻ പോവാണ്. ആ മനുഷ്യന് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മഹത്തായ കാര്യങ്ങൾ ഭീഷ്മരെ കാണിച്ചു കൊടുത്തു. ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞ് ഭഗവാനെ, എനിക്കിനി ശാന്തമായി മരിക്കാമെന്ന് പറഞ്ഞു. പ്രകൃതിയുടെ 4 ഭാവങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന 4 വിശ്വരൂപങ്ങൾ. പ്രകൃതി നമ്മളെങ്ങനെ കണക്കാക്കണം? വളരെ ഭംഗിയായിട്ട് കാണുക. ഇനി 10-ാമത്തെ അവതാരം വരാൻ പോകുന്നത് കൽക്കി അവതാരമാണ്. മനുഷ്യൻ നശിപ്പിച്ച്, പ്രകൃതിയെ നശിപ്പിച്ച് യുദ്ധമെല്ലാം ഉണ്ടാക്കി നശിപ്പിക്കാൻ പോകുമ്പോൾ അവസാനം കൽക്കി വരികയാണ്. കൽക്കി ഉത്തർപ്രദേശിലെ കാശിക്കടുത്തുള്ള കൽക്കിയാന എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും കൽക്കി. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് അറിയപ്പെട്ടിരുന്ന കർക്കി എന്നാണ്. കർമ്മത്തിൻ്റെ അവസാനം കുറിക്കാൻ വരുന്ന ആളാണ് കർക്കി എന്ന് പറയുന്നത്. പക്ഷെ അത് പിന്നെ കൽക്കി, കാലത്തിൻ്റെ അവസാനം കാണിക്കാൻ വരുന്ന കൽക്കിയായി രൂപാന്തരപ്പെട്ടു. ആ കൽക്കി വന്നപ്പോൾ പ്രകൃതിയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനെ സംഹരിക്കുകയും പ്രകൃതിയെ രക്ഷിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യുന്ന അവതാരമാണ് കൽക്കി അവതാരം, 10-ാമത്തെ അവതാരം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ നമ്മൾ വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളെടുത്ത് നോക്കുമ്പോൾ ഓരോ അവതാരവും പ്രകൃതി എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അത് തെറ്റിയാൽ പ്രകൃതി എങ്ങനെ തിരിച്ചടിക്കും, പ്രകൃതി നമ്മൾ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി എങ്ങനെ നമ്മളെ രക്ഷിക്കും, ഇത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഭാഗവതത്തിൻ്റെ പ്രകൃതി സങ്കല്പം. ആ വലിയ പ്രകൃതി സങ്കല്പം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവേണ്ടത്. നിങ്ങളെ എന്നെയും ഈശ്വരൻ സഹാറ മരുഭൂമിയിൽ ജനിപ്പിച്ചില്ല. നിങ്ങളെ എന്നെ ഈശ്വരൻ കലഹാരി മരുഭൂമിയിൽ ജനിപ്പിച്ചില്ല. നിങ്ങളെ എന്നെ ഈശ്വരൻ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിലുള്ള മഞ്ഞ് കൊണ്ടിട്ടില്ല. ഗ്രീൻലാൻഡിൽ കൊണ്ട് തന്നില്ല, മഞ്ഞ് മാത്രമുള്ള സ്ഥലം അവിടെ കൊണ്ടിട്ടില്ല. നമ്മളെ ആരെയും ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ടിൽ കൊണ്ടുവന്ന് കങ്കാരൂരിലൂടെ ജീവിക്കാൻ വിട്ടില്ല. ഈശ്വരൻ നമുക്ക് ചെയ്തത് ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള, എവിടെ നോക്കിയാലും സസ്യശ്യാമള പ്രകൃതിയുള്ള, 44 നദികൾ ഒഴുകുന്ന, വെള്ളത്തിനൊരു ക്ഷാമവുമില്ലാത്ത, മനോഹാരിതമായ ദൃശ്യങ്ങൾ കാണാൻ ഒരു ക്ഷാമവുമില്ലാത്ത സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളും നദികളുമുള്ളൊരു ലോകം. ദൈവത്തിന് നന്ദി പറ മക്കളെ, നമ്മളെ ദൈവം ഇങ്ങനൊരു സ്ഥലത്തല്ലേ അവതരിപ്പിച്ചത്. ഇവിടെ നമ്മൾ അവതരിച്ചുകൊണ്ടല്ലേ നമുക്ക് ഈ പ്രകൃതി മുഴുവൻ കാണാൻ പറ്റിയത്, ഗോഡ്സ് ഓൺ കൺട്രി ജനിക്കാൻ പറ്റിയത്. അവിടെ നമ്മൾ വീട്ടുവിട്ട് തുടങ്ങുമ്പം നമ്മുടെ വല്യപ്പം മാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, ഇഷ്ടംപോലെ മാങ്ങ തിന്നാം. നമ്മുടെ പുരയിടത്തിൻ്റെ പുറകുവശത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചക്ക. നമ്മൾ ആ ചക്കപ്പഴം എടുത്ത് ഭംഗിയായിട്ട് ചെറുപ്പകാലത്ത് കഴിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് നോക്കിയാൽ ബദാം കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് എവിടെ നിന്നൊക്കെയാണ് അമ്മമാർ കൊണ്ടുവന്ന് അറിയാമോ? ബദാം കൊണ്ടുവന്ന് അങ്ങ് യൂറോപ്പിൽ നിന്നാണ്, മാവ് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്തു നിന്നാണ്. തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. തെങ്ങ് അങ്ങ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് സിലോൺ വഴി നമ്മുടെ അപ്പന്മാർ കൊണ്ടുവന്ന അവിടെ. അതിനകത്ത് നിന്ന് കരിക്കും വെള്ളം കുടിക്കാം, ഇഷ്ടംപോലെ പൊട്ടാസ്യം, ഇഷ്ടംപോലെ ആരോഗ്യം. അതിനകത്ത് നിന്ന് കരിക്കെടുത്ത് കഴിക്കാം, ഒരു സംഭവമില്ല. മനുഷ്യന് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആവശ്യം പൊട്ടാസ്യമാണ്.
ആ പൊട്ടാസ്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും. ആ പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഈ കരിക്കെന്ന് പറയുന്ന സാധനം. പിന്നെ ഇത്രയും വലിയൊരു കൽപ്പവൃക്ഷത്തിൽ നിന്ന് കുറേ കശ്മലന്മാർ കള്ളുണ്ടാക്കി. ലോകത്തിൽ ആരും ഈ കള്ളുണ്ടാക്കിയില്ല. സൗത്ത് ഏഷ്യക്കാർ, ശ്രീലങ്കക്കാരുണ്ടാക്കില്ല. നമ്മളപ്പന്മാർ കള്ളുണ്ടാക്കി. അത് കുടിച്ച് കുറേ എണ്ണം കുടുംബം നശിച്ചു. കേരളത്തിന് 60% നായന്മാരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ നായന്മാരെല്ലാം കള്ള് കുട്ടിച്ചവൻ്റെ വസ്തു എല്ലാം കളഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞൻ നമ്പ്യാർ കാലിൻ്റെ യമലോകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു നായരുന്ന് കള്ളു കുടിക്കുകയാണ്. കുഞ്ഞൻ നമ്പ്യാർ ചോദിച്ചു, ജീവിച്ചിരുന്നപ്പോൾ നീ കള്ളു കുടിച്ചെല്ലാം നശിപ്പിച്ചോടാ, നീ നരകത്തിൽ വന്നതും കുടിക്കുന്നോടാന്ന് വെച്ചാൽ നായരുടെ ചെവിക്കളുടെ അടി വെച്ച് കൊടുത്തു കുഞ്ഞൻ നമ്പ്യാർ കവിത വായിക്കുമ്പോഴേ. ഒരേ പ്രകൃതി നമുക്ക് ആരോഗ്യവും സ്വത്തും മധുരവും തരുന്ന കരിക്കും വെള്ളവും കുടിച്ച് കരിക്കും തന്നെ ആ തെങ്ങിനകത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കി നല്ല ഫ്രൈഡ് ഫുഡൊക്കെ കഴിച്ചൂടെ? അതിനകത്തുനിന്ന് കള്ളുണ്ടാക്കി നശിക്കാം. അതും ചെയ്യാം. ഒരേ സംഭവം ഗുണത്തിനും ചെയ്യാം, ദോഷത്തിനും ചെയ്യാം. പ്രകൃതിയെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ പ്രകൃതി നമ്മളോട് റിയാക്ട് ചെയ്യും. പ്രകൃതിയെ നശിപ്പിക്കാൻ പോയാലോ പ്രകൃതി നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ സസ്യശ്യാമളമായ പ്രകൃതിയിൽ ജന്മം തന്നതിന് ദൈവത്തെ സ്തുതിക്കുക. ആ പ്രകൃതി